ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി ജിയോഗ്രഫിയിലെ 2 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ 2 വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഡ്രെയിനേജ് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ഏരിയയിൽ ഫ്ലഡ്സ് ഉണ്ടാകുന്നതും ഡ്രോട്ട് ഉണ്ടാകുന്നതും അങ്ങനെയുള്ള ഫിനോമിനാസൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 3 നദികളുടെ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഇവയുടെ ഡ്രെയിനേജ് പാറ്റേണും അതുപോലെ തന്നെ പെനിൻസുല റിവേഴ്സിനെ കുറിച്ച് നോക്കാം. ഡ്രെയിനേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് ചാനലിൽ കൂടെ വെള്ളം ഒഴുകുന്നതിനെ പറയുന്നതാണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഇനി ഒരു കുറേ നെറ്റ്വർക്ക് ഓഫ് സച്ച് ചാനൽസ് വരുമ്പോൾ അത് ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് മാറണം. ഇനി ഈ ഡ്രെയിനേജ് പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ജിയോളജിക്കൽ ടൈം പീരീഡ് എങ്ങനെ, അവിടുത്തെ റോക്സിൻ്റെ നേച്ചർ ആൻഡ് സ്ട്രക്ചർ എങ്ങനെ, ടോപ്പോഗ്രഫി എങ്ങനെ, സ്ലോപ്പ് എങ്ങനെ, പിന്നെ എത്രമാത്രം വെള്ളമാണ്, എത്ര അളവിലാണ് ഒഴുകുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി റിവേഴ്സിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം. പെരിനിയൽ റിവേഴ്സ് എന്നും എപ്പിമെറിയൽ റിവേഴ്സ് എന്നും തിരിക്കാം. പെരിനിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിൽ വെള്ളം ഉണ്ടാവും, എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ റെയിൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്നോ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്താണെങ്കിലും ഒഴുകാൻ പറ്റും. പക്ഷേ എപ്പിമെറിയൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലൂണി ഒരു എപ്പിമെറിയൽ റിവറാണെന്ന് പറഞ്ഞിരുന്നു. റെയിനി സീസൺ ഉള്ളപ്പോൾ മാത്രമേ അതിൽ വെള്ളം ഉണ്ടാവുള്ളൂ, അല്ലാത്തപ്പം അവ ഡ്രൈ ആയിട്ട് നിൽക്കും. ഒരു റിവറിന് ഒഴുകണമെങ്കിൽ സ്ലോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്ലോപ്പ് വഴി നല്ലൊരു ഫ്ലോയിൽ ഒഴുകി വന്നിട്ട് പിന്നീട് അവസാനം ഒന്നുകിൽ അത് ബേ ഓഫ് ബംഗാളിൽ അല്ലെങ്കിൽ അറബിക്കടലിലാണ് പോയി ചേരുന്നത്. ഓൾമോസ്റ്റ് മിക്ക റിവേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ ബേ ഓഫ് ബംഗാളിലാണ് പോയി പതിക്കുന്നത്. നമുക്കറിയാം ഈസ്റ്റ് സൈഡിലാണ് ബേ ഓഫ് ബംഗാൾ, വെസ്റ്റ് സൈഡിലാണ് അറബിക്കടൽ. സോ ഈസ്റ്റിലേക്ക് പോകുന്ന ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന റിവേഴ്സ് എല്ലാം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും ഇപ്പോഴത്തേക്ക് പോകുന്ന റിവേഴ്സ് എല്ലാം വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സുമാണ്. നർമ്മദ, താപ്പിയൊക്കെയാണ് നമുക്ക് വെസ്റ്റ് ഫ്ലോയിങ്ങിൽ പറയാൻ പറ്റുന്നത്. ഈസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണ, കാവേരിയൊക്കെ ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. എ റിവർ ഡ്രെയിൻസ് എ വാട്ടർ കളക്ടഡ് ഫ്രം എ സ്പെസിഫിക് ഏരിയ, അതിനെ പറയുന്നതാണ് എൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള വെള്ളത്തിനെല്ലാം റിവർ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കുന്നു. അതായത് ആ ഒരു സ്റ്റേറ്റിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണെങ്കിൽ മഹാരാഷ്ട്രയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഉള്ള വെള്ളമല്ല, അവിടെ വരുന്നതല്ല, അതുവഴി ഒഴുകുന്ന റിവേഴ്സായിരിക്കും കടലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഒരു റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും കൂടെ ചേർന്ന് ഡ്രെയിൻ ചെയ്യുന്ന ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ചേർന്ന് ഡ്രെയിൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഡ്രെയിനേജ് ബേസിൻ. ഒരു സ്പെസിഫിക് ഏരിയയിലെ വെള്ളമാണ് ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കുന്നത്, അത് ക്യാച്ച്മെൻറ്റ് ഏരിയ. ഇനി റിവർ ഒഴുകുന്നത് പല രീതിയിലാണ്. അതിൽ പറഞ്ഞാൽ ആ പ്ലേസിൻ്റെ ടോപ്പോഗ്രഫിയൊക്കെ ബേസ് ചെയ്തായിരിക്കും റിവർ അതിൻ്റെ പാറ്റേൺ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് നമുക്ക് നോക്കാം. ഡെൻഡ്രൈറ്റിക് എന്ന് പറയുന്നത് മരത്തിൻ്റെ ശാഖ പോലെ ആയിരിക്കും, ഏകദേശം ഇങ്ങനെ ഒരു മരത്തിൻ്റെ ശാഖ പോലെ ആയിരിക്കും ആ പാറ്റേൺ എന്ന് പറയുന്നത്. റിവർ പല രീതിയിലായിട്ട് സ്പ്ലിറ്റപ്പായി ഒഴുകി പോകും. അടുത്തെന്ന് പറയുന്നത് റേഡിയൽ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ ഹില്ലിൻ്റെ മുകളിൽ നിന്ന് ഒരു നദി ഉദിച്ച് എന്നിട്ട് അവിടെ പല സൈഡിൽ കൂടെയും പോവുകയാണെങ്കിൽ അതാണ് റേഡിയൽ പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് അതിന് പാരലായിട്ട് ഒഴുകി വന്നിട്ട് സെക്കൻഡറി ട്രിബ്യൂട്ടറീസ് അതിൻ്റെ വേറെ ട്രിബ്യൂട്ടറീസ് തന്നെ റൈറ്റ് ആംഗിളായിട്ട് ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രെല്ലിസ് എന്ന് പറയുന്നത്, ട്രെല്ലിസ്. നെക്സ്റ്റ്, ഇനിയും റിവർ അതിൻ്റെ ഡിസ്ചാർജ്, അതിൻ്റെ വെള്ളം ഫൈനലി ഒഴുകി എല്ലാ ഡയറക്ഷനിൽ കൂടെ ഒരു ലേക്കിലേക്കോ ഡിപ്രഷനിലേക്കോ ഒരു ഗർത്തത്തിലേക്കോ ഒഴിവാക്കി വിടുകയാണെങ്കിൽ ഒഴുക്കി വിടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് ഡെൻഡ്രൈറ്റിക് പാറ്റേൺ. ഇത് ട്രെല്ലിസ് 90 ഡിഗ്രിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്, റൈറ്റ് ആംഗിളായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത റേഡിയൽ ഒരു ഹില്ലിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒഴുകുന്നതാണ് റേഡിയൽ പാറ്റേൺ എന്ന് പറയുന്നത്. സെൻട്രിപെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. ഡെൻഡ്രൈറ്റിക് കണ്ടില്ലേ, പല രീതിയിലും സ്പ്ലിറ്റപ്പായി പോകുന്നു. ട്രെല്ലിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒഴുകുന്നു. ഒരു വോൾക്കാനോയുടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നു, പക്ഷേ ഇങ്ങനെയാണ് റേഡിയലിൽ ഒഴുകുന്നത്, എല്ലാ സൈഡിൽ കൂടെയും പോകുന്നുണ്ടായിരിക്കും. ഇത് ട്രെല്ലിസിൻ്റെ ഒരു വലിയ ഫിഗർ ഞാൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു ഡ്രെയിനേജ് ബേസിനെ മറ്റൊരു ഡ്രെയിനേജ് ബേസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ലൈനിനെ പറയുന്ന പേരാണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. ഒരു ഡ്രെയിനേജ് ബേസിനെ മറ്റൊരു ഡ്രെയിനേജ് ബേസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ലൈനിനെ പറയുന്ന പേരാണ് വാട്ടർ ഷെഡ് എന്ന്. ലാർജ് റിവേഴ്സിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ, അതായത് സ്പെസിഫിക് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഡ്രെയിൻ ചെയ്യുന്ന, ആ സ്പെസിഫിക് ഏരിയ, അത് ക്യാച്ച്മെൻറ്റ് ഏരിയന് നോർമലി പറയുന്ന റിവർ ബേസിൻസ് എന്നും. പക്ഷേ ചെറിയ റിവലറ്റ്സുകളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയാസിനെ പറയുന്നത് വാട്ടർ ഷെഡ്സ് എന്നുമാണ്.
ബേസിക്കലി വാട്ടർ ഷെഡ്സ് ചെറിയ റിവലറ്റ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ അവ സ്മോൾ ഏരിയ ആയിരിക്കും. ലാർജർ ഏരിയ കവർ ചെയ്യുന്നത് എപ്പോഴും മേജർ റിവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ബിഗർ ബേസിൻസ് ആയിരിക്കും. ഇനി റിവർ ബേസിൻ ആയാലും അത് മെയിൻ റിവറിൻ്റെ ആയാലും അതുപോലെ തന്നെ വാട്ടർ ഷെഡ് ചെറിയ റിവലറ്റ്സിൻ്റെ ആയാലും നമ്മൾ കണക്കാക്കുന്നത് യൂണിറ്റി ആയിട്ടാണ്, ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ വാട്ടർ ഷെഡിൻ്റെ ആയാലും ബേസിൻ്റെ ആയാലും ഒരു ഭാഗത്ത് എന്ത് സംഭവിച്ചോ അത് മറ്റ് എന്തിനേയും അത് ഒരുപോലെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും വാട്ടർ കണക്ഷൻ പൈപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഫുൾ കണക്ഷനെ അത് ബാധിക്കില്ലേ, അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ഏരിയ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഇറിഗേഷനൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും മൈക്രോ, മീസോ ആൻഡ് മൈക്രോ പ്ലാനിങ് നല്ല രീതിയിൽ ഇവയെ രണ്ടിനെയും ബേസ് ചെയ്ത് എടുക്കാറുണ്ട്. ഇനി പല രീതിയിൽ നമുക്ക് ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസ്റ്റിലേക്കാണോ വെസ്റ്റിലേക്കാണോ ഫ്ലോ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് അതായത് സീയിലേക്കുള്ള ഓറിയൻറ്റേഷൻ അനുസരിച്ച് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറേബ്യൻ സീ ഡ്രെയിനേജ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്. ഒന്ന് അറേബ്യൻ സീയിലേക്ക് പോകുന്നു, സെക്കൻഡ് വൺ ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. അറബിക്കടലിലേക്കും ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നതിന് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിക്കും ഡൽഹി റിഡ്ജാണ്. ഡൽഹി റിഡ്ജും ആരവല്ലീസും സഹ്യാദ്രീസും കൂടെ ഇടയ്ക്കൊരു വോൾ മാതിരി നിന്നിട്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. വാട്ടർ ഡിവൈഡ് നമുക്ക് ഫിഗറിൽ നോക്കാം. ഇവിടെ ഡൽഹി റിഡ്ജ്, ഇവിടെയാണ് ആരവല്ലീസ് വരുന്നത്, പിന്നെ സഹ്യാദ്രി ഈ റേഞ്ചിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതാണ് ശരിക്കും വാട്ടർ ഡിവൈഡായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡൽഹിയും ഹരിയാനയും കൂടെ ചേർന്നിട്ട് ഇൻഡസ് ഇങ്ങോട്ടേക്ക് ഒഴുകാണ്, ഇൻഡസിനെയും ഗംഗയും തമ്മിൽ വാട്ടർ ഡിവൈഡായിട്ട് നിൽക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ മൊത്തത്തിൽ അറബിക്കടലിലേക്കും ബേ ഓഫ് ബംഗാളിലേക്കും ഉള്ള ഫ്ലോയിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ 3 ഏരിയാസാണ്: ഡൽഹി റിഡ്ജ്, ആരവല്ലീസ്, പിന്നെ സഹ്യാദ്രീസ്. ഇതിന് ഇപ്പുറത്തേക്കുള്ള പോർഷനിലുള്ള റിവേഴ്സ് എല്ലാം അറബിക്കടലിലേക്ക് ചേരും. ഇതുവഴി ഒഴുകുന്ന റിവേഴ്സ് എല്ലാം തന്നെ ബേ ഓഫ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്യും. ഇതിൽ ക്ലിയർ ആയിട്ട് കാണാം ഇൻഡസ് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി കുറച്ച് ഏരിയ ഇതുവഴി വന്നിട്ട് പിന്നെ പാകിസ്ഥാൻ വഴി പോയിട്ട് അറബിക്കടൽ ഇതുവഴി ജോയിൻ ചെയ്യുകയാണ്. പിന്നെ ലൂണി റിവർ ഇതുപോലെ പറഞ്ഞ് എഫ്യൂമെറിയൽ റിവറാണ് നമ്മൾ പറഞ്ഞു. പിന്നെ സബർമതി മാഹി റിവറും ഗുജറാത്തിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് അറബിക്കടലിലേക്ക് ജോയിൻ ചെയ്യുന്നു. നർമ്മദ തപ്പി അതുപോലെ തന്നെ ഇതുവഴി ഇങ്ങോട്ട് വരുന്നു. ഇതൊക്കെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ്. ഇനി ഈസ്റ്റ് ഫ്ലോയിങ് എടുക്കുകയാണെങ്കിൽ ഗംഗാ സിസ്റ്റം ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് വരുന്നു, ബേ ഓഫ് ബംഗാളിലേക്ക് വരുന്നു. മഹാനദി ഇതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്യുന്നു. കാവേരി എടുക്കുകയാണെങ്കിലും കൃഷ്ണ എടുക്കുകയാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഗോദാവരിയും വന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ ജോയിൻ ചെയ്യുന്നത്. പെനിൻസുലർ റിവേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മെയിൻ റിവേഴ്സ് എല്ലാം തന്നെ ഏകദേശം 77% റിവേഴ്സ് ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ ഇതെല്ലാം തന്നെ ജോയിൻ ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്, അതായത് ബേ ഓഫ് ബംഗാളിലേക്കാണ്. ആകെ 23% റിവേഴ്സ് മാത്രമേ ഇൻഡസ്, നർമ്മദ, മാഹി, പെരിയാർ ഇങ്ങനെയുള്ള ചെറിയ റിവർ സിസ്റ്റം മാത്രമേ അറേബ്യൻ സീയിലോട്ട് ജോയിൻ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് വാട്ടർ ഷെഡിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഡ്രെയിനേജ് ബേസിനെ 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മേജർ റിവർ ബേസിൻസ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതൽ കാച്ച്മെൻറ്റ് ഏരിയ വരുന്നതാണ് മേജർ റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് 14 ഡ്രെയിനേജ് ബേസിൻസ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഉദ്ദേശിക്കുന്നത് മേജർ റിവേഴ്സിൻ്റെ വലിയ റിവേഴ്സിൻ്റെ ഏരിയാസാണ് ഉദ്ദേശിക്കുന്നത്, കാച്ച്മെൻറ്റ് ഏരിയാസാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഗംഗ, ബ്രഹ്മപുത്ര, പിന്നെ കൃഷ്ണ, താപ്പി, നർമ്മദ, മാഹി. കൺഫ്യൂഷൻ ആവരുത്, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും താപ്പിയും നർമ്മദയൊക്കെ വെസ്റ്റ് ഫ്ലോയിങ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് നോക്കുന്നതെന്ന് പറയുന്നത് മേജർ റിവർ ബേസാണ്, ആ ഒരു ഏരിയ മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും 20,000 സ്ക്വയർ കിലോമീറ്ററിനേക്കാൾ കൂടുതൽ കാച്ച്മെൻറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ 14 ഡ്രെയിനേജ് ബേസിൻസാണ് വരുന്നത്. അതിനകത്ത് നർമ്മദ, മാഹി, താപ്പിയൊക്കെ അത്യാവശ്യം വലിയ റിവേഴ്സ് തന്നെയാണ്, മേജർ റിവേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് വലിയ റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്പി, നർമ്മദ, മാഹി, പെന്നാർ, സബർമതി, ബരാക്ക് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ ഉള്ളതാണ്. മണിപ്പൂർ, മിസോറാം ആ ഒരു ഏരിയയിൽ കാണുന്നതൊക്കെ ബരാക്കിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്. സിവയൊക്കെ എന്ന് പറയുന്നത് മേജർ റിവർ ബേസിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയം റിവർ ബേസിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് 2000 to 20,000 സ്ക്വയർ കിലോമീറ്റർ, 2000 to 20,000 സ്ക്വയർ കിലോമീറ്ററാണ്. ഇതിനുള്ളിൽ ഒരു 44 റിവർ ബേസിൻസ് വരുന്നുണ്ട്, 44 റിവർ ബേസിൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ വരുന്നതാണ് കാളിന്തി, പെരിയാർ, മേഘന ഇവയൊക്കെ ഈ മീഡിയം റിവർ ബേസിനകത്ത് വരുന്ന റിവേഴ്സാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈനർ റിവർ ബേസിൻ എടുക്കുമ്പോൾ ഇതിലും 20,000-നും 20,000 ഇടയ്ക്ക് വരുന്നത് തന്നെ മീഡിയമാണ്. അപ്പോൾ 2000-നും കുറവായിരിക്കണമല്ലോ മൈനർ എന്ന് പറയുന്നത്. സോ ലെസ് ദാൻ
2000 സ്ക്വയർ കിലോമീറ്റർ വരുന്നതാണ് മൈനർ റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഇതിൽ അത്യാവശ്യം കുറേ നമ്പേഴ്സ് വരുന്നുണ്ട്, കൗണ്ട് ചെയ്യാൻ അതിനൊക്കെ ഉള്ള റിവർ സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. ലോ റെയിൻഫോൾ ഏരിയയിൽ കാണപ്പെടുന്ന റിവേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നർമ്മദയും താപിയും എന്ന് പറയുന്നത് വെസ്റ്റ് ഫ്ലോയിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 2 ലാർജ് റിവേഴ്സാണ്, അത് തന്നെ നമ്മൾ പറഞ്ഞത്. ലാർജ് റിവേഴ്സാണ്, പക്ഷേ എന്നാൽ പോലും അത് ഫ്ലോ ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്, അതായത് അറബിക്കടലിലേക്കാണ് അത് ഒഴുകി ചേരുന്നത്. അത് എക്സെപ്ഷനാണ്, അത് ഓർത്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 രീതിയിൽ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. ഒന്നെന്ന് പറയുന്നത് ഏത് സൈഡിലേക്കാണ്, വെസ്റ്റ് ഫ്ലോയിങ് ആണോ ഈസ്റ്റ് ഫ്ലോയിങ് ആണോ എന്ന് ബേസ് ചെയ്തിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവർ ബേസിൻ്റെ ഏരിയ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് 20,000 മുകളിലേക്ക് 20,000 20,000 ഇടയ്ക്ക് 2000 താഴെ അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒറിജിൻ വെച്ചിട്ട് ഡ്രെയിനേജ് സിസ്റ്റത്തിന് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. അതായത് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്നും പെനിൻസുല ഡ്രെയിനേജ് സിസ്റ്റം എന്നും. പേര് പോലെ തന്നെ ഹിമാലയൻ ഏരിയയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്ത് വരുന്ന റിവേഴ്സ് എന്ന് പറയുന്നത്. പെനിൻസുല പ്ലേറ്റു റീജിയനിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് പെനിൻസുല ഡ്രെയിനേജിൽ വരുന്ന റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ചാമ്പൽ, ബെത്വ, സൺ എന്നൊക്കെ പറയുന്ന റിവേഴ്സ് കുറച്ചും കൂടെ ഓൾഡറാണ്. ഹിമാലയൻ സിസ്റ്റത്തിലുള്ള റിവേഴ്സിനേക്കാൾ കുറച്ചും കൂടി ഓൾഡറാണ്. എന്നാൽ പോലും ഈ സിസ്റ്റം ഫോളോ ചെയ്തിരിക്കുകയാണ്, കൺഫ്യൂഷൻ വരരുത്. ഇപ്പോൾ ഇന്ത്യയിലെ ഡ്രെയിനേജ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് വലിയ വലിയ റിവേഴ്സും ചെറിയ ചെറിയ റിവേഴ്സും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എടുക്കാം. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന മേജർ റിവേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇതാണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ റിവേഴ്സ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻഡസിൻ്റെ ഏരിയ, ദിസ് ഏരിയ എന്ന് പറയുന്നത് ഗംഗയുടെ ഏരിയ. അതായത് ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശ് വഴി കയറി ഇങ്ങനെ ഒഴുകുന്നത്, ഇവിടെ വന്ന് കയറുന്നത് ബ്രഹ്മപുത്ര. ഈ 3 ഹിമാലയൻ റീജിയനിലുള്ള മേജർ റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഡസ് ശരിക്കും നമുക്ക് കശ്മീർ ആ ഒരു ഏരിയയിൽ കൂടെ ഉള്ളൂ, ബാക്കി ഭാഗം ഫുള്ള് പാകിസ്ഥാനിൽ കൂടെ ഒഴുകിയിട്ടാണ് അറബിക്കടലിലേക്ക് പതിക്കുന്നത്. പക്ഷേ ഗംഗയുടെയൊക്കെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്ര നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈ റിവേഴ്സ് എന്ന് പറയുന്നത് പെരിനിയലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ അതിൽ വെള്ളം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇവിടെ സ്നോ മെൽറ്റ് ചെയ്യുന്നുണ്ട്, പ്രിസിപ്പിറ്റേഷൻ റെയിൻ വഴി കിട്ടുന്നുണ്ട്. പ്രിസിപ്പിറ്റേഷൻ സ്നോയിൻ്റെ ഉണ്ട്, റെയിനിൻ്റെ ഉണ്ട്. അപ്പോൾ എന്തായാലും റെയിൻ വഴി ഇവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ സ്നോസ് മെൽറ്റ് ചെയ്ത് ഹിമാലയത്തിലെ മഞ്ഞ് മെൽറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് ഇയർ ലോങ് നിൽക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ട് എന്തായാലും. ഇത് കൂടാതെ ജയൻറ്റ് ഗോർജസ് വഴിയാണ് പാസ് ചെയ്യുന്നത്. ഇറോഷണൽ ആക്ടിവിറ്റീസ് ധാരാളം കാണിക്കുന്നു. ഹിമാലയസിൽ ഇറോഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടായ ജയൻറ്റ് ഗോർജസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഹിമാലയാസിൽ ഇറോഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടായ ജയൻറ്റ് ഗോർജസ് വഴി ഇത് പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഡീപ്പ് ഗോർജസ് ക്രിയേറ്റ് ചെയ്യും, വി ഷേപ്ഡ് വാലീസ് ക്രിയേറ്റ് ചെയ്യും, റാപ്പിഡ്സ് ക്രിയേറ്റ് ചെയ്യും, വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ഒഴുകി വരുമ്പോൾ സംഭവിക്കുന്നതാണ്. പക്ഷേ വൺസ് ദേ റീച്ച് ദ പ്ലെയിൻസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവയുടെ ഫീച്ചർ കംപ്ലീറ്റ്ലി മാറും. വാട്ടർഫോളൊക്കെ മാറിയിട്ട് ഫ്ലാറ്റ് വാലീസ് ഉണ്ടാക്കും. ഒഴുകി വരുന്ന സമയത്ത്, അതായത് ഇങ്ങനെ കുത്തനെ ഒഴുകി വരുന്ന സമയത്ത് അത് ഫുള്ള് കാണിക്കുന്ന വെച്ചാൽ ഇറോഷൻ ഇതായിരിക്കും. പിന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പ്ലെയിൻസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡിപ്പോസിറ്റ് കൊണ്ടുവന്ന സാധനങ്ങൾ ഫുള്ള് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫീച്ചറായിരിക്കും ഉള്ളത്. സോ പ്ലെയിൻസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഡെപ്പോസിഷൻ ഫീച്ചറിലേക്ക് പോകും, ഫ്ലാറ്റ് വാലീസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഓക്സ്ബോ ലേക്സ് ഫോം ചെയ്യും. എന്നുവെച്ചാൽ ഒഴുകി വരുന്ന വഴിക്ക് ഇങ്ങനെ മിയാണ്ടേഴ്സ് ഫോം ചെയ്ത് വളഞ്ഞായിരിക്കും ഒഴുകുന്നത്. എന്നിട്ട് പിന്നീട് ഇത് പതുക്കെ ഇവിടെ ഡിപ്പോസിഷൻ കൊണ്ട് സെപ്പറേറ്റഡ് ആകും. ഇത് സെപ്പറേറ്റഡ് ആയിട്ട് ഇതൊരു വേറൊരു ലേക്ക് മാതിരിയായി പോകും. പിന്നെ റിവർ ഇങ്ങനെയായിരിക്കും ബാക്കി ഒഴുകുന്നത്, ഇത് സെപ്പറേറ്റ് പാർട്ടായിട്ട് നിൽക്കും. ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്, ബ്രൈഡഡ് ചാനൽസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഡെൽറ്റാസ്, റിവർ മൗത്തിൻ്റെ അവിടെ ഡെൽറ്റാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പല രീതിയിൽ സ്പിറ്റപ്പായിട്ട് ഓഷനിലേക്ക് സീയിലേക്ക് കയറുന്നതാണ്. അത് ഞാൻ പറഞ്ഞു, മുകളിൽ നിന്ന് ഒഴുകി വരുമ്പോഴത്തേക്കും ഒരുപാട് എറോഷണൽ ഫീച്ചറായിരിക്കും കാണിക്കുന്നത്. പക്ഷേ വൺസ് റീച്ച് ദ പ്ലെയിൻസ് അത് ഡിപ്പോസിഷൻ ഫീച്ചറിലേക്ക് പോകുന്നു. മിയാൻറ്റിങ് ടെൻഡൻസി ഒരുപാട് കാണിക്കുന്നത്, ഒരു ഇടയ്ക്കിടയ്ക്ക് അവരുടെ കോഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ധാരാളം കാണിക്കുന്നുണ്ട്. അത്തരത്തിലൊരു എക്സാമ്പിളാണ് റിവർ കോസി എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന വേറെ പേര് സോറോ ഓഫ് ബീഹാർ എന്നാണ് റിവർ കോസിയെ പറയുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് അതിൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒഴുകി വരുന്നതിനിടയ്ക്ക് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സെഡിമെൻറ്റ്സ് മുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അപ്പർ റീച്ചസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പ്ലെയിൻസ് എത്തുമ്പോഴത്തേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അവയ്ക്ക് പിന്നീട് ഒഴുകാൻ പറ്റാതെയായിട്ട് അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അവരുടെ കോഴ്സ് ബ്ലോക്ക്ഡ് ആവും. എന്നിട്ട് പിന്നീട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാനൽ മാറ്റിവിടും. ലൈക്ക് അവരുടെ പുതിയ റിവർ കോഴ്സ് എന്ന് പറയുന്നത് വേറെ രീതിയിലോട്ട് പോകും.
സപ്പോസ് ഇപ്പോൾ ഇത് മുകളിൽ നിന്ന് ഒഴുകി വന്നു, ഇത് പ്ലെയിനിലെത്തിയെന്ന് വിചാരിച്ചു. പ്ലെയിനിലെത്തിയിട്ട് ഇങ്ങനെ വരുമ്പം ഒരുപാട് സെഡിമെൻസിനെ കൊണ്ട് ഈ ഒരു ഏരിയ ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഏരിയ ബ്ലോക്ക്ഡായി. അപ്പോൾ ഇങ്ങോട്ട് ഫർദർ ഒഴുകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നേരെ അതവിടെ ഇട്ടിട്ട് വേറൊരു പാത്ത് എടുക്കും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഫ്ലഡ്സ് ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇനി ഹിമാലയൻ റിവേഴ്സ് എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് തിയറീസും ഒപ്പീനിയൻസും ഇപ്പോഴും നിലവിലുണ്ട്. അതിലിപ്പോൾ നിലനിൽക്കുന്നൊരു പോപ്പുലർ തിയറിയാണ് ശിവാലിക് അഥവാ ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്നൊരു മൈറ്റി റിവർ ഉണ്ടായിരുന്നു. അത് ആസാം മുതൽ പഞ്ചാബ് വരെയുള്ള മൊത്തം ഏരിയയിൽ കൂടെ ഫ്ലോ ചെയ്തിരുന്നായിരുന്നു. എന്നിട്ട് പിന്നെ സിന്ധ്, പാകിസ്ഥാൻ ആ ഒരു ഏരിയയിൽ വരുന്ന സിന്ധിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ലോവർ പഞ്ചാബിൻ്റെ ഏരിയയിൽ വന്നിട്ട് അത് ഡിസ്ചാർജ് ചെയ്ത്. ഇതെന്ന് പറയുന്നത് ശരിക്കും മിയോസിൻ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരു 5 to 24 മില്യൺ ഇയേഴ്സ് മുൻപത്തെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന അലുവിയൽ ഡിപ്പോസിറ്റ്സും പിന്നെ അതിൽ കാണപ്പെടുന്ന സാൻഡ്, സിൽച്ച്, ക്ലേ, ബോൾഡേഴ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയൊരു തിയറിയിലേക്ക് അവർ എത്തപ്പെട്ടത്. പിന്നീട് കുറേ ടൈം കഴിഞ്ഞപ്പോൾ ഈ ഇൻഡോ ബ്രഹ്മ റിവർ സ്പ്ലിറ്റപ്പ് ആയി പോയതാണെന്ന് പറയപ്പെടുന്നു. 3 മെയിൻ ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ഈ ഇൻഡോ ബ്രഹ്മ റിവർ സ്പ്ലിറ്റപ്പ് ആയതാണെന്ന് പറയപ്പെടുന്നു. അവ ഏതൊക്കെയാണ്? ഇൻഡസ് ആൻഡ് ഇറ്റ്സ് 5 ട്രിബ്യൂട്ടറീസ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട്. വെസ്റ്റ് ഏരിയയിലുള്ള ഇൻഡസിൻ്റെ 5 ട്രിബ്യൂട്ടറീസ്, ഇൻഡസിന് 5 ട്രിബ്യൂട്ടറീസ് ആണുള്ളത്. പിന്നെ ഗംഗയും അതിൻ്റെ ഹിമാലയൻ ട്രിബ്യൂട്ടറീസും, സെൻട്രൽ പാർട്ടിൽ ഗംഗയും ഹിമാലയൻ ട്രിബ്യൂട്ടറീസും, പിന്നെ ബ്രഹ്മപുത്രയുടെ സ്ട്രെച്ച്, അതായത് ആസാമെന്ന് ആ ഒരു നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലുള്ള അതിൻ്റെ ഹിമാലയൻ ട്രിബ്യൂട്ടറീസും കൂടെ വരുന്ന ബ്രഹ്മപുത്രയുടെ ആ ഒരു സ്ട്രെച്ച്. ഒന്നുകൂടെ പറയാം, മിയോസിൻ കാലഘട്ടത്തിൽ ഒരു ശിവാലിക് എന്ന് പറയുന്ന ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്ന റിവർ ഉണ്ടായിരുന്നു കരുതപ്പെടുന്നു. ഇത് ആസാം മുതൽ പഞ്ചാബ് വരെയുള്ള ഏരിയയിൽ കൂടെ ഒഴുകിയിരുന്നു എന്ന് പറയുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അത് 3ആയിട്ട് സ്പ്ലിറ്റപ്പായി. ഇൻഡസിൻ്റെ 5 ട്രിബ്യൂട്ടറീസും ഈ ഒരു വെസ്റ്റേൺ ഭാഗത്തും, സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തായിട്ട് ഗംഗയുടെ ട്രിബ്യൂട്ടറീസ്, പിന്നെ ബ്രഹ്മപുത്രയുടെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ ഏരിയ വരുന്നു. ഇങ്ങനെ സ്പ്ലിറ്റപ്പായി എന്ന് പറയാൻ കണക്കാക്കപ്പെടുന്നത് പ്ലീസ്റ്റോസിയൻ കാലഘട്ടത്തിൽ വെസ്റ്റേൺ ഹിമാലയാസ് അപ്ഹെവൽ ചെയ്തു. അത് അപ്പോൾ വന്നതാണ് അപ്ലിഫ്റ്റ് ഓഫ് പോട്ട്വാർ പ്ലേറ്റ്. അതായത് ആ ടൈമിൽ ഡൽഹി റിഡ്ജ് എന്നാണ് പോട്ട്വാർ പ്ലേറ്റിൻ്റെ വേറൊരു പേര്, അത് ഓർത്ത് വെക്കുക. ഡൽഹി റിഡ്ജ് വന്നു, ഡൽഹി റിഡ്ജ് ഉയർന്നു വന്നു. ഡൽഹി റിഡ്ജ് വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറയുന്നുണ്ട്, ഡൽഹി റിഡ്ജ് ഒരു വാട്ടർ ഡിവൈഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഡസിൻ്റെ സിസ്റ്റം ഇങ്ങോട്ടും, ഡൽഹി റിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഗംഗാ സിസ്റ്റം ഇങ്ങോട്ടും സ്പ്ലിറ്റപ്പായി പോകാനായിട്ട് ഇതിനിടയ്ക്കൊരു വലിയ 2 മലകൾ ഡൽഹി റിഡ്ജ് വന്നപ്പോഴത്തേക്കും സ്പ്ലിറ്റായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ് മാൽദ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത് രാജ്മഹൽ ഹിൽസിൻ്റെ അടുത്ത്. അങ്ങനെ മെയിൻ പെനിൻസുലാർ ഏരിയയിൽ നിന്ന് മേഘാലയക്കുള്ള പ്ലേറ്റ് സെപ്പറേറ്റ് ആയി പോയത് നമ്മൾ പറഞ്ഞു. രാജ്മഹൽ ഹിൽസിനും മേഘാലയ പ്ലേറ്റിനും ഇടയ്ക്ക് മാൽദ ഗ്യാപ്പ് ഫോം ചെയ്യപ്പെട്ടു. ഇതെന്ന് പറയുന്നത് മിഡ് പ്ലീസ്റ്റോസിയൻ പീരിയഡാണ്. അപ്പോൾ പ്ലീസ്റ്റോസിയൻ കാലഘട്ടത്തിൽ ഡൽഹി റിഡ്ജ് ഫോം ചെയ്തപ്പോഴത്തേക്കും ഇൻഡസ് ആൻഡ് ഗംഗ സിസ്റ്റം തമ്മിൽ സ്പ്ലിറ്റായി. അതുപോലെ തന്നെ മിഡ് പ്ലീസ്റ്റോസിയൻ കാലഘട്ടത്തിൽ മാൽദ ഗ്യാപ്പ് ഫോം ചെയ്തപ്പോൾ രാജ്മഹൽ ഹിൽസിനും മേഘാലയ പ്ലേറ്റിനും ഇടയ്ക്ക് മാൽദ ഗ്യാപ്പ് ഫോം ചെയ്തപ്പോഴത്തേക്കും ഗംഗയും ബ്രഹ്മപുത്രയും നമ്മൾ സെപ്പറേറ്റ് ആയിപ്പോയി. പക്ഷേ ഇവർ ഒഴുകി വന്ന ഏകദേശം ഒരേ ഒരു ഏരിയയിലേക്ക് ആയതുകൊണ്ട് ഇവർ 2 ബേ ഓഫ് ബംഗാളിലേക്കും ഇൻഡസ് റിവർ എന്ന് പറയുന്നത് അറേബ്യൻ സീയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇനി ഹിമാലയൻ റിവർ സിസ്റ്റത്തിലുള്ള മെയിൻ റിവേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻഡസ് റിവർ സിസ്റ്റം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇൻഡസ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഒരു ലാർജസ്റ്റ് റിവർ ബേസിനാണ്. ഇതിൻ്റെ ഏരിയ കവർ ചെയ്യുന്നതെന്ന് പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിൽ കൂടെ ഉള്ളത്, മൊത്തത്തിൽ അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 11,65,000 സ്ക്വയർ കിലോമീറ്ററാണ്. 11,65,000 സ്ക്വയർ കിലോമീറ്ററാണ്. പക്ഷേ ഇന്ത്യയിൽ കൂടെ അത് ഒഴുകുന്ന എത്ര ദൂരമേ ഉള്ളൂ? 3,21,289 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ കൂടെ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഒഴുകുന്നുള്ളൂ. 3,21,289 സ്ക്വയർ കിലോമീറ്റർ. പക്ഷേ അതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് ബാക്കി പാകിസ്ഥാനിൽ കൂടെയൊക്കെ ഒഴുകിയിട്ട് അറബിക്കടലിൽ പതിക്കുന്ന വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 11,65,000 സ്ക്വയർ കിലോമീറ്ററാണ്. ഇത് ഏരിയയാണ് പറഞ്ഞത്. ഇനി ലെങ്ത് നോക്കാം. ഇൻഡസിൻ്റെ നീളമെന്ന് പറയുന്നത് 2,880 കിലോമീറ്ററാണ്. അതിൻ്റെ ഇന്ത്യയിലെ കൂടെ ഒഴുകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുറവായിരിക്കുമല്ലോ. 114 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നത്. അതായത് മൊത്തം ഇൻഡസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2880 കിലോമീറ്ററാണ്. അതിൽ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നതെന്ന് പറയുന്നത് 1114 കിലോമീറ്ററാണ് ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നത്. ഇൻഡസിൻ്റെ വേറൊരു പേരെന്താ? സിന്ധു നദി എന്നാണ് നമ്മളെല്ലാവരും, സിന്ധു നദീതട സംസ്കാരം കണ്ടു പഠിച്ചിട്ടുണ്ടല്ലോ. സിന്ധു എന്നാണ് ഇൻഡസിൻ്റെ വേറൊരു പേര്. ഇത് വെസ്റ്റേൺ മോസ്റ്റ് ഹിമാലയൻ റിവറായിട്ടാണ് പറയുന്നത്. നമ്മൾ ലൊക്കേഷൻ കണ്ടതാണ്. ഇനി ഇത് ടിബറ്റൻ റീജിയണിൽ കൈലാഷ് മൗണ്ടൻ റേഞ്ചിൽ
ഉള്ള ഒരു ഗ്ലേഷ്യർ ഉണ്ട്, ബൊക്കർച്യൂ ഗ്ലേഷ്യർ. ബൊക്കർച്യൂ ഗ്ലേഷ്യറിൽ നിന്നാണ് ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം, ടിബറ്റൻ റീജിയനിൽ കൈലാഷ് മൗണ്ടൻ റേഞ്ചിലുള്ള ബൊക്കർച്യൂ ഗ്ലേഷ്യറിൽ നിന്നാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ടിബറ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ടിബറ്റിൽ ഇതിനെ വിളിക്കുന്നൊരു പേരെന്ന് പറയുന്നത് സിംഗി ഖമ്പൻ എന്നാണ്. ഇനി അതാ ലയൺസ് മൗത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്തിട്ട് എവിടെയാണ് ഫ്ലോ ചെയ്യുന്നത്? ലഡാക്കിനും ജസ്കാറിലും ഏരിയയിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. എന്നിട്ട് ലഡാക്ക് ആൻഡ് ബൾട്ടിസ്ഥാൻ ഏരിയയിൽ കൂടെ ഇത് പാസ് ചെയ്യും. ആ പ്രൊവിൻസിൽ കൂടെ പാസ് ചെയ്തിട്ട് ലഡാക്ക് റേഞ്ചിനെ കട്ട് ചെയ്ത് ഒരു സ്പെക്ടാക്കുലർ ഗോർജ് ഫോം ചെയ്യും. ഇത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗിൽഗിത്ത് എന്ന് പറയുന്ന ഏരിയയിൽ ഒരു സ്പെക്ടാക്കുലർ ഗോർജ് ഫോം ചെയ്യും. ഇതിന് ശേഷം ഇത് പാകിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യുക ചെയ്യുന്നത്. അതായത് ചിലാസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ദർദിസ്ഥാൻ റീജിയനിൽ ചിലാസ് വെച്ച്. ഈ ദർദിസ്ഥാൻ എവിടെയാണെന്നുള്ളത് മാപ്പിൽ വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ പറയുന്ന പ്ലേസസ് നോട്ട് ചെയ്യുക. എന്നിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്തിട്ട് ഏതുവഴിയാണ് ഇത് ഒഴുകുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെയാണ് ടിബറ്റ്, ചൈന ടിബറ്റിൻ്റെ ഏരിയ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അവിടെ നിന്ന് കൈലാഷ് റേഞ്ചിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. അവർ ബൊക്കർച്യൂ എന്ന് പറഞ്ഞ ഗ്ലേഷ്യറിൻ്റെ അവിടുത്തെ ഒരു ഏരിയയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് ജമ്മു കാശ്മീർ ലഡാക്ക് ഏരിയയിലേക്ക് കടക്കുന്നു. പിന്നെ ഇങ്ങനെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യുക ചെയ്യുന്നത്. ടിബറ്റിലിരുന്ന് അറിയപ്പെടുന്ന പേരെന്താണ്? സിംഗി കമ്പൻ അഥവാ ലയൺസ് മൗത്ത് എന്നാണ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. ഇൻഡസിന് ഹിമാലയ റീജിയനിൽ നിന്ന് ഒരുപാട് ചെറിയ ട്രിബ്യൂട്ടറീസ് കിട്ടുന്നുണ്ട്. ഷ്യോക്ക്, ഗിൽഗിത്, ജസ്കാർ, ഹൻസ, നുബ്ര, ഷിഗർ, ഗസ്തിൻ ആൻഡ് ദ്രാസ്. ഒന്നുകൂടെ പറയാം, ഇൻഡസ് റിസീവ് ചെയ്യുന്ന ഹിമാലയൻ ട്രിബ്യൂട്ടറീസിൻ്റെ കുറച്ച് പേര്: ഷ്യോക്ക്, ഗിൽഗിത്, ജസ്കാർ, ഹൻസ, നുബ്ര, ഷിഗർ, ഗസ്തിൻ, ദ്രാസ്. ഇവയെല്ലാം ഇൻഡസിൻ്റെ ഹിമാലയൻ ട്രിബ്യൂട്ടറീസാണ്. പിന്നെ ഇത് അറ്റോക്ക് എന്നൊരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് കാബൂളിനെ കിട്ടും. ഒരു റിവർ ഒഴുകി വരുമ്പം അത് ഇങ്ങോട്ടാണ് ഒഴുകുന്നതെങ്കിൽ സപ്പോസ് ഒരാൾ ഇങ്ങോട്ടേക്കാണ് നടക്കുകയാണെന്ന് വെച്ചോ, ഒരാൾ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. ഇവിടെ നടക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി റിവർ ഈ ഒരു ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിലോ അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പം ഇങ്ങനെ പോകുന്ന റിവറിന് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ നിന്ന് വന്ന് കയറുന്ന ഏതൊക്കെയാണോ അതൊക്കെയാണ് അതിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത വശത്തേക്ക് വരുന്ന ട്രിബ്യൂട്ടറീസ്. റൈറ്റ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുവഴി ഏതൊക്കെ വരുന്നു അതായിരിക്കും റൈറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന റിവറിന് എങ്ങനെയായിരിക്കും വരുന്നത്? ഇങ്ങോട്ടേക്ക് ഒഴുകുമ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും ഇതുവഴി ഏതൊക്കെയാണ് വന്ന് കയറുന്നത് അത് അതിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി. ഇതുവഴി വന്ന് കയറുന്നത് ഏതൊക്കെ അത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് കാബൂൾ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ റിവർ ഗംഗ ഇങ്ങനെ ഒഴുകാമെന്ന് വെച്ചു പാകിസ്ഥാനിൽ കൂടെ. അപ്പം വരുമ്പോൾ ലെഫ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ലെഫ്റ്റ് ബാങ്ക് ഇതുവഴി കാബൂൾ ജോയിൻ ചെയ്യും. എത്തിരിഞ്ഞു കാബൂൾ ജോയിൻ ചെയ്യുന്ന റൈറ്റ് ബാങ്ക് സൈഡിൽ കൂടെയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. അറ്റോക്ക് എന്ന് പറയുന്ന റീജിയനിൽ അവിടെ വെച്ചിട്ട് ഹിൽസിന് പുറത്തേക്ക് അത് എമർജ് ചെയ്ത് വരുമ്പോൾ അതിന് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് കാബൂളിനെ കിട്ടുന്നു. അതായത് കാബൂൾ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. ഒന്ന് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി നമ്മൾ കാബൂൾ പറഞ്ഞു. അടുത്ത കുറച്ച് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമ്മൾ പറയുന്നത് ഖുർറാം, നെക്സ്റ്റ് തോച്ചി, ഗോമൽ, വിഭോവ, സംഗാർ. ഖുർറം, തോച്ചി, ഗോമൽ, വിഭോവ, സംഗാർ എന്ന് പറയുന്നത് ഇൻഡസിൻ്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ട്രിബ്യൂട്ടറി നോക്കുമ്പോൾ എപ്പോഴും ആരോ ഡയറക്ഷൻ എങ്ങനെയാണോ അങ്ങോട്ട് ഫ്ലോ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ആ ആരോൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. നമ്മൾ അവിടെ നിന്ന് വരുന്ന പോലെ ആരോൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. നമ്മളുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അല്ല നോക്കേണ്ടത്, ആരോയുടെ ഡയറക്ഷനിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന റൈറ്റ് സൈഡാണ് നോക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻഡസിൻ്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്? ഖുർറം, തോച്ചി, ഗോമൽ, വിഭോവ, സംഗാർ, കാബൂൾ. ഇവയെല്ലാം തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് സുലൈമാൻ റേഞ്ചസിലാണ്. അതായത് ഈ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് സുലൈമാൻ റേഞ്ചസിലാണ്. ഇനിയും കുറച്ചും കൂടി മുൻപോട്ടേക്ക് സൗത്തിലേക്ക് ഫ്ലോ ചെയ്യും. സൗത്തിൽ നിന്ന് കുറച്ചും കൂടി താഴേക്ക് ഫ്ലോ ചെയ്തിട്ട് മിഥാൻകോട്ട് ഏരിയയിലെത്തുമ്പോൾ അത് പഞ്ച്നാഥിനെ റിസീവ് ചെയ്യും. മിഥാൻകോട്ട് ഏരിയയിലെത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സൗത്തിലേക്ക് വന്നിട്ട് മിഥാൻകോട്ട് എന്ന് പറയുന്ന ഏരിയ എത്തുമ്പോഴത്തേക്കും അവ പഞ്ച്നാഥിനെ റിസീവ്. പഞ്ച്നാഥ് എന്ന് പറയുന്നത് 5 ഇമ്പോർട്ടൻറ്റ് റിവേഴ്സാണ് ഇൻഡസിൻ്റെ. ഏതൊക്കെയാണ്? സത്ലജ്, ബിയാസ്, രവി, ചേനബ്, ചേലം.
അപ്പോൾ പഞ്ച്നാഥ് എന്ന് പറഞ്ഞ് റിസീവ് ചെയ്യുന്ന ആരെയൊക്കെയാണ് മിഥാൻകോട്ടിൽ വെച്ചിട്ട്? ഛേലം, ചെനബ്, രവി, ബിയാസ്, സത്ലജ്. ഞാൻ ഈ ഓർഡറിലാണ് പഠിച്ച് വെച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നീട് ഫൈനലി അറേബ്യൻ സീയിലേക്ക് ജോയിൻ ചെയ്യും. കറാച്ചിയുടെ ഈസ്റ്റിൽ വെച്ചിട്ട് അറേബ്യൻ സീയിലേക്ക് പിന്നീട് ഫൈനലി ഇവരെയൊക്കെ റിസീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻഡസ് ഇന്ത്യയിലാകെ കൂടെ ഒഴുകുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ കൂടെ മാത്രമേ ഉള്ളൂ. വേറെ പ്ലേസും തന്നു നോക്കരുത്. ജമ്മു ആൻഡ് കാശ്മീരിൽ കൂടെ മാത്രമേ ഇൻഡസ് ഇന്ത്യയിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഛേലം, ചേനബ്, രവി, ബിയാസും സത്ലജും ഒരുമിച്ച്, ബിയാസ്, സത്ലജ് ഇവയെല്ലാം കൂടെ ചേർന്ന് ജോയിൻ ചെയ്യുന്ന മിഥാൻകോട്ടിൻ്റെ ഏരിയയിൽ വെച്ചിട്ടാണ്. അവയെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ വന്ന് കറാച്ചിയുടെ ഈസ്റ്റ് ഭാഗത്തായിട്ട് അറേബ്യൻ സീയിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഛേലം, ചേനബ്, രവി, ബിയാസ്, സത്ലജിനെ പഞ്ച്നാഥിൽ വെച്ച് റിസീവ് ചെയ്തിട്ട്, മിഥാൻകോട്ടിൻ്റെ ഏരിയയിൽ പഞ്ച്നാഥിൽ വെച്ച് റിസീവ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി സൗത്തിലേക്ക് ഒഴുകി അറബിക്കടലിലേക്ക് ജോയിൻ ചെയ്യും. അറബിക്കടലിലേക്ക് കറാച്ചിയുടെ ഈ സൈഡിലായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഈ പഞ്ച്നാഥ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ അഞ്ച് റിവേഴ്സിനെയും ആണ് മെയിൻ ട്രിബ്യൂട്ടറീസ് ആയിട്ട് പറയുന്നത് ഇൻഡസിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ അഞ്ചും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിനെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. വാലി ഓഫ് കശ്മീരിൻ്റെ സൗത്ത് ഈസ്റ്റ് പാർട്ടിൽ നിന്നും പീർപഞ്ചലിൻ്റെ ഫൂട്ട് ഹിൽസിൽ നിന്നും ആണ് ശരിക്കും ഛേലം ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ശ്രീനഗർ, ജമ്മു കാശ്മീരിൻ്റെ ക്യാപിറ്റലായ ശ്രീനഗറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് ഛേലമാണ്. ഇവിടെ തന്നെ ബൂളാർ ലേക്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ശ്രീനഗറിലൂടെയും ബൂളാർ ലേക്കിലൂടെയും പാസ് ചെയ്തിട്ടാണ് പിന്നീട് ഫൈനലി പാകിസ്ഥാനിലേക്ക് ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നത്. ഛേലം ചേനബുമായിട്ട് മീറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ വെച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ജാങ് എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ടാണ് ചേനബുമായിട്ട് മീറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിൽ വെച്ചിട്ടല്ല. ഒന്നുകൂടെ പറയാം. ഛേലം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറി ആണ്. ഇത് വാലി ഓഫ് കശ്മീരിൻ്റെ സൗത്ത് ഈസ്റ്റേൺ പാർട്ടിൽ വരുന്ന പീർപഞ്ചലിൻ്റെ അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ശ്രീനഗറിലൂടെയും ബൂളാർ ലേക്കിലൂടെയും പാസ് പോകുന്നുണ്ട്. പിന്നീട് ഇത് പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നു. പാകിസ്ഥാനിൽ വെച്ചിട്ട് ജാങ് എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ വെച്ചിട്ട് ചേനബുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ശ്രീനഗറിൻ്റെ അതുവഴി പാസ് ചെയ്തിട്ട് ചേനബുമായിട്ട് മീറ്റ് ചെയ്യുന്ന പാകിസ്ഥാൻ്റെ ഏരിയയിൽ വെച്ചിട്ടാണ്. ഇതാണ് ജാങ് എന്ന് പറയുന്നത് പ്രൊവിൻസ്. നെക്സ്റ്റ് ചേനബാണ്. ചേനബ് എന്ന് പറയുന്ന ലാർജസ്റ്റ് ട്രിബ്യൂട്ടറാണ്. ഇൻഡസിൻ്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ചേനബാണ്. 2 സ്ട്രീംസ് കൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ചന്ദ്ര, 2 ഭാഗ. ചന്ദ്രയും ഭാഗ്യം കൂടെ ജോയിൻ ചെയ്തുണ്ടായ 2 സ്ട്രീംസ് ജോയിൻ ചെയ്തുണ്ടായതാണ് ചേനബ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. അത് ഹിമാചൽ പ്രദേശിലുള്ള കെയ്ലോങ് ഏരിയയുടെ അടുത്തുള്ള തണ്ടി എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ടാണ് ഇവ രണ്ടും ജോയിൻ ചെയ്യുന്നത്. ചന്ദ്ര ആൻഡ് ഭാഗ ജോയിൻ ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ കെയ്ലോങ് റീജിയനിനടുത്തുള്ള തണ്ടി എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ടാണ്. ഇനിയും അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന വേറൊരു പേര് ചന്ദ്രഭാഗ എന്നാണ്. ചേനവിനെ പറയുന്ന വേറൊരു പേരാണ് ചേനം ചന്ദ്രഭാഗ. ഇനി ഇത് പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യയിൽ കൂടെ 1780 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ചേനബാണിത്. ദിസ് ഈസ് ചേനബ് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ്. ചന്ദ്രഭാഗ 2 റിവേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് പിന്നീട് അത് ഒഴുകുന്നു. ഇങ്ങനെ പിന്നീടാണത് പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പാകിസ്ഥാനിലേക്ക് കയറുന്നതിന് മുന്നേ ഇന്ത്യയിലൂടെ എത്ര ട്രാവൽ ചെയ്യുന്നുണ്ട്? 1180 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രവി. ചാമ്പ ശരിക്കും ഹിമാചൽ പ്രദേശിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. കുള്ളു ഹിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കുള്ളു ഹിൽസ് വഴി ടൂറിസ്റ്റ് സ്പോട്ടാണ്. പിന്നീട് സ്റ്റേറ്റിലെ ചാമ്പ വാലിയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് റോഹ്താങ് പാസിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ട് കുള്ളു ഹിൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. പിന്നീട് ഇത് സ്റ്റേറ്റിലെ ചാമ്പ വാലിയിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഇത് ചേനബുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് കയറി ചേനബുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് സറൈസിൻ്റെ അവിടെ വെച്ചിട്ടാണ് ചേനബുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിന് മുൻപ് സൗത്ത് ഈസ്റ്റേൺ പാർട്ടിൽ പീർപഞ്ചലിൻ്റെ സൗത്ത് ഈസ്റ്റേൺ പാർട്ടിലുള്ള റീജിയനും ധൗലാദ റേഞ്ചസും ഇത് ഡ്രെയിൻ ചെയ്തിട്ടാണ് പിന്നീട് ചേനബുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇതാണ് രവി റിവർ. ഈ രവി റിവർ ചേനബുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ വെച്ച് ചേനബുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് പാകിസ്ഥാനിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് മുൻപ് ഇന്ത്യയുടെ ധൗലാദ റീജിയനൊക്കെ ഇത് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. റോഹ്താങ് പാസിൻ്റെ വെസ്റ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നെ പീർപഞ്ചലിൻ്റെയും ധൗലാദ റേഞ്ചസിൻ്റെയും സൗത്ത് ഈസ്റ്റേൺ പാർട്ട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ചേനബുമായിട്ട് ജോയിൻ ചെയ്യുന്നത് സറായി സിന്ധു എന്ന് പറയുന്ന ഏരിയയിൽ വെച്ചാണ് ചേനബുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഇതുവരെ പറഞ്ഞ റിവേഴ്സൊക്കെ ചേനബുമായിട്ടായിരുന്നു ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ബിയാസ് സത്ലജുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന റോഹ്താങ് പാസിൻ്റെ അടുത്തുള്ള ബിയാസ് കുണ്ടിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 4000 മീറ്ററാണ്. മീൻ സീ ലെവലിനേക്കാൾ 4000 മീറ്ററാണ് അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. കുള്ളു വയലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നീട് കാത്തി ആൻഡ് ലാർഗി റീജിയനിൽ ദൗലാദ റേഞ്ചിലെ കാത്തി ആൻഡ് ലാർഗി റീജിയനിൽ ഒരു ഡീപ്പ് ഗോർജസ് ഫോം ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് പഞ്ചാബ് പ്ലെയിൻസിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് സത്ലജുമായിട്ട് മീറ്റ് ചെയ്യുന്നത്, ഹാരിക്ക റീജിയനിൽ വെച്ചിട്ട്. ഇതാണ് ബിയാസ് സത്ലജുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. പഞ്ചാബ് പ്ലെയിൻസിൽ വെച്ചിട്ടാണ് സത്ലജുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് സത്ലജുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സത്ലജാണ്. സത്ലജ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിസൈഡൻ റിവർ എന്നാണ് പറയപ്പെടുന്നത്. ഹിമാലയ സബ്ഹെവൽ ചെയ്ത് വരുന്നതിന് മുൻപേ ഇവ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഡീപ്പ് ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് ഇന്ത്യയിലേക്ക് ഒഴുകി തുടങ്ങിയതാണെന്ന് പറയുന്നു. ഇത് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നില്ല. ഇന്ത്യയിലല്ല ഒറിജിനേറ്റ്, ടിബറ്റൻ റീജിയനിലാണ് ഇവ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ടിബറ്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് മാനസരോവറിൻ്റെ അടുത്ത് രാക്ഷസ്ഥോൽ ഏരിയയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4555 കിലോമീറ്റർ ഹൈറ്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവിടെ ഇതിനെ വിളിക്കുന്ന പേര്, ടിബറ്റിൽ ഇതിനെ വിളിക്കുന്ന പേര് ലാങ്ചൻ ഖംബാബ് എന്നാണ് വിളിക്കുന്നത്, ലാങ്ചൻ ഖംബാബ്. ഇനി ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുൻപ് ഇൻഡസിന് പാരലായിട്ടൊരു 400 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുന്നുണ്ട്. കാരണം ഇൻഡസും ഈ പറഞ്ഞതുപോലെ തന്നെ കൈലാസ് റേഞ്ചിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സത്ലജും ഒറിജിനേറ്റ് ചെയ്യുന്നത് മാനസരോവർ ആ ഒരു റേഞ്ചിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ടിബറ്റിലാണ്. ടിബറ്റിൽ സത്ലജിനെ വിളിക്കുന്ന പേര് ലാങ്ചൻ ഖംബാബ് എന്നാണ്. ഇനി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇൻഡസിൻ്റെ പാരലായിട്ട് ഒരു 400 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രൂപൻ്റെ അവിടെ നിന്നൊരു ഗോർജിൽ നിന്ന് ഇത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി ഷിപ്കില, ഹിമാലയൻ റേഞ്ചസിലുള്ള ഷിപ്കില പാസിൽ കൂടി ഇത് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് പ്ലെയിനിലേക്ക് എത്തുന്നു. ഇറ്റ്സ് എൻ ആൻറ്റിസൈഡൻ റിവർ. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറിയും കൂടിയാണ് ഇൻഡസിന്. ബിക്കോസ് ബക്രാനങ്ങൾ പ്രൊജക്റ്റ് ഇതുവഴിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ടിബറ്റിലെ കൈലാഷ് റേഞ്ചിൻ്റെ അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, മാനസരോവറിൻ്റെ അടുത്തുനിന്ന്. പിന്നീട് ഇത് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഇൻഡസിന് പാരലായിട്ട് ഏകദേശം പാരലായിട്ട് ഒരു 400+ കിലോമീറ്റേഴ്സോളം ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഷിപ്കില പാസ്വതിലേക്ക് ട്രാവൽ ചെയ്തിട്ട് പഞ്ചാബ് പ്ലെയിൻസിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വെച്ചിട്ട് പഞ്ചാബ് പ്ലെയിൻസ് വെച്ചിട്ട് ബിയാസുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇതിലാണ് ബക്രാനങ്ങൾ പ്രൊജക്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻഡസിൻ്റെ 5 മെയിൻ ട്രിബ്യൂട്ടറീസ് പറഞ്ഞതിനകത്ത് ചേലം, ചേനബ്, രവി, ബിയാസ്, സത്ലജ് ആണ്. അതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ചേനബാണ്. അത് 2 സ്ട്രീംസ് കൊണ്ട് ജോയിൻ ചെയ്താണ്, ചന്ദ്ര പ്ലസ് ബാഗ. ഇന്ത്യയിൽ ഒരു 1180 കിലോമീറ്ററോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്. പിന്നെ സത്ലജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറിയാണ്. അത് രാക്ഷസ്ഥാനിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു, ടിബറ്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇൻഡസിന് പാരലായിട്ട് ഒരു 400 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെയാണ് ബക്രാനങ്ങൾ പ്രൊജക്റ്റ് ഉള്ളത്, സത്ലജിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിയാസ് എടുക്കുകയാണെങ്കിൽ ബിയാസ് കൊണ്ടിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. പഞ്ചാബ് പ്ലെയിൻസിൻ്റെ അടുത്ത് സത്ലജുമായിട്ട് ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് രവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രോഹ്താങ് പാസിൻ്റെ വെസ്റ്റിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. കുളു ഹിൽസ് നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഹിമാചൽ, ഇതും ഒക്കെ ഹിമാചലിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. രവിയും ബിയാസും ഹിമാചലിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ചേലം എന്ന് പറയുന്നത് ശ്രീനഗറിൽ, ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്ന മെയിനായിട്ടുള്ളത് ചേലമാണ്. അത് ശ്രീനഗറിൽ കൂടെ പാസ് ചെയ്യുന്നു. ശ്രീനഗറിലെ മൂളാലേക്കിലും കൂടെ പാസ് ചെയ്തിട്ടാണ് പിന്നീട് പാകിസ്ഥാനിലേക്ക് കയറുന്നത്. പാകിസ്ഥാൻ്റെ ജാങ് ഏരിയയിൽ വെച്ചിട്ട് ചേനബുമായിട്ട് മീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ഗംഗാ സിസ്റ്റമാണ് നമ്മളുടെ. അത് ബേസിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മറ്റേ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഒക്കെ എടുക്കുകയാണെങ്കിലും ഗംഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി ഡിസ്ട്രിക്റ്റിലെ ഗൗമുഖ് കേവ്സിൽ നിന്നാണ്. ഗൗമുഖ് ഗ്ലേഷ്യർ ഉണ്ട്. ഗൗമുഖ് കേവ്സിലുള്ള ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതായത് ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി ഡിസ്ട്രിക്റ്റിലെ ഗൗമുഖ് കേവ്സിനടുത്തുള്ള ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവിടെ ഇതിനെ വിളിക്കുന്നത് ഭാഗീരഥി എന്നാണ്. അതായത് ഉത്തർകാശി ഡിസ്ട്രിക്റ്റിൽ ഗംഗനെ അറിയപ്പെടുന്നത് ഭാഗീരഥി എന്നാണ്. ഇനി സെൻട്രൽ ആൻഡ് ലെസർ ഹിമാലയസിനെ കട്ട് ചെയ്തിട്ട് പതുക്കെ നാരോ ഗോർജ് ക്രിയേറ്റ് ചെയ്ത് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേവപ്രയാഗ് ഏരിയ എത്തുമ്പോഴത്തേക്ക് ഭാഗീരഥി അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യും. അളകനന്ദ വേറൊരു ട്രിബ്യൂട്ടറിയാണ്. സോ ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭാഗീരഥി അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യും. അതിൽ പിന്നെ ഇതിനെ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി ഡിസ്ട്രിക്റ്റിലെ ഗൗമുഖ് കേവ്സിൽ ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അത് ഗംഗോത്രി ഗ്ലേഷ്യറിൽ ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അത് ഭാഗീരഥിയാണ്. പിന്നീട് ഇറങ്ങി വന്നിട്ട് അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്.
അതിന് ശേഷമാണ് അത് ഗംഗ എന്നറിയപ്പെടുന്നത്. അളകനന്ദയുടെ സോഴ്സ് എന്ന് പറയുന്നത്, ഇനി കുറച്ച് അളകനന്ദയെ റിലേറ്റ് ചെയ്ത് നോക്കാം. അളകനന്ദയുടെ സോഴ്സ് എന്ന് പറയുന്നത് ബദ്രിനാഥിൻ്റെ റീജിയനിലുള്ള സതോപന്ത് ഗ്ലേഷ്യറാണ്. അപ്പോൾ ഗംഗോത്രി ഗ്ലേഷ്യർ ഭാഗീരഥി, സതോപന്ത് ഗ്ലേഷ്യർ അളകനന്ദ. ഈ അളകനന്ദയുടെ ഒറിജിൻ സോഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി അളകനന്ദയിൽ ആരൊക്കെയാണുള്ളത്? അളകനന്ദയിൽ ധൗളിയും വിഷ്ണുഗംഗയാണുള്ളത്. ധൗളിഗംഗയും വിഷ്ണുഗംഗയാണ് അളകനന്ദയിലുള്ളത്. രണ്ടും ജോയിൻ ചെയ്തിട്ടൊരു സ്ട്രീമായിട്ടാണ് വരുന്നത്. ധൗളിഗംഗ വിഷ്ണുഗംഗ ഇവർ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് പിന്നീട് അളകനന്ദയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇവർ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ജോഷിമാത് അഥവാ വിഷ്ണുപ്രയാഗിലാണ്. ഈ പേര് ഓർത്തൊക്കെ എളുപ്പമായിരിക്കും, കാരണം വിഷ്ണു എന്നുള്ള പേരുള്ളതുകൊണ്ട് വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് പേര് ജോഷിമാത് എന്നാണ്. ഈ അളകനന്ദയ്ക്ക് വേറൊരു ട്രിബ്യൂട്ടറി ഉണ്ട്, അതിൻ്റെ പേര് പിന്താർ എന്നാണ്. അത് കർണപ്രയാഗ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇനി മന്ദാകിനി അഥവാ കാളിഗംഗ എന്ന് പറയുന്ന റിവർ പിന്നെ മീറ്റ് ചെയ്യുന്നത് രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ്. ഈ പ്രയാഗ്സ് തമ്മിൽ മാറിപ്പോകരുത്. ഗംഗോത്രി ഗ്ലേഷ്യറിന് ഒറിജിനേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ പേര് ഭാഗീരഥി എന്നാണ്. ദേവപ്രയാഗിൽ എത്തുമ്പോഴത്തേക്കും ഭാഗീരഥി അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യും. ഭാഗീരഥി അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യുന്നത് ദേവപ്രയാഗിലാണ്. ഇപ്പം നമ്മൾ അളകനന്ദയുടെ ബാക്ക് സ്റ്റോറിയാണ് നോക്കുന്നത്. പിന്നീട് ഈ അളകനന്ദയായിട്ട് മീറ്റ് ചെയ്ത് കഴിയുമ്പം ഇവനെ ഗംഗ എന്നറിയപ്പെടുന്നു. അപ്പോൾ അളകനന്ദയിൽ നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. അളകനന്ദയുടെ സോഴ്സ് എന്ന് പറയുന്നത് സതോപന്ത് ഗ്ലേഷ്യറാണ്. അത് ബദ്രിനാഥിൻ്റെ മുകളിലാണ് കാണപ്പെടുന്നത്. ഇനി അളകനന്ദയിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധൗളിഗംഗയും വിഷ്ണുഗംഗയാണ്. ധൗളിയും വിഷ്ണുഗംഗയാണ് അളകനന്ദയിലുള്ളത്. ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ധൗളിയും വിഷ്ണുഗംഗയും മീറ്റ് ചെയ്യുന്നത് ജോഷിമാത് അഥവാ വിഷ്ണുപ്രയാഗിലാണ്. ഇനി അളകനന്ദയുടെ മറ്റൊരു ട്രിബ്യൂട്ടറിയായ പിന്താർ ജോയിൻ ചെയ്യുന്നത് കർണപ്രയാഗിലാണ്. കർണപ്രയാഗിൽ വെച്ചാണ് പിന്താർ ജോയിൻ ചെയ്യുന്നത്. പിന്താർ കർണപ്രയാഗിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ മന്ദാകിനി അഥവാ കാളിഗംഗ മീറ്റ് ചെയ്യുന്നത് അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യുന്നത് രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ്. സോ 4 ഇത് കൺഫ്യൂഷൻ വരുന്നതിന് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഗംഗോത്രി ഗ്ലേഷ്യർ ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ ഉത്തരകാശി ഡിസ്ട്രിക്റ്റിലെ ഗംഗോത്രി ഗ്ലേഷ്യർ ഒറിജിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പേരെന്ന് പറയുന്നത് ഭാഗീരഥി എന്നാണ്. അത് കഴിഞ്ഞ് ഭാഗീരഥി അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ശേഷം ഇവയെ വിളിക്കുന്നത്, ഇത് രണ്ടിനും കൂടെ ചേർന്ന് വിളിക്കുന്നതാണ് ഗംഗ എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പം അളകനന്ദേനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അളകനന്ദയുടെ സോഴ്സ് എന്ന് പറയുന്നത് സതോപന്ത് ഗ്ലേഷ്യറാണ്. അത് ബദ്രിനാഥിൻ്റെ മുകളിലാണുള്ളത്. ഇനി അളകനന്ദയിൽ ആരൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളകനന്ദ 2 സ്ട്രീംസ് ഉണ്ട്. ഒന്ന് ധൗളിഗംഗയും ഒന്ന് വിഷ്ണുഗംഗയും. ഈ ധൗളിയും വിഷ്ണുഗംഗയും കൂടെ മീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരുമിച്ച് ചേരുന്നത് ജോഷിമാത് അഥവാ വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ടാണ്. ഇനി അവിടെ കഴിഞ്ഞു വിഷ്ണുപ്രയാഗ് കഴിഞ്ഞു. ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. ദേവപ്രയാഗ് കഴിഞ്ഞു, വിഷ്ണുപ്രയാഗ് കഴിഞ്ഞു അഥവാ ജോഷിമാത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് കർണപ്രയാഗിൽ വെച്ചിട്ട് വേറൊരു ട്രിബ്യൂട്ടറിയായ പിന്താർ ഇതിലേക്ക് ജോയിൻ ചെയ്യും. പിന്നെ രുദ്രപ്രയാഗ് എന്ന് പറയുന്ന രുദ്രപ്രയാഗ് എത്തുമ്പോഴത്തേക്കും മന്ദാകിനി അഥവാ കാളിഗംഗ ജോയിൻ ചെയ്യും. ഇനി ഹരിദ്വാർ പ്ലെയിൻസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ആദ്യം ഫസ്റ്റ് ഇത് സൗത്തിലേക്ക് മൂവ് ചെയ്യും. അത് കഴിഞ്ഞ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. പിന്നീട് ഇത് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് 2 സ്പ്ലിറ്റ് ചെയ്യും. 2 ഡിസ്ട്രിബ്യൂട്ടറി ആയിട്ട് മാറും. അതായത് ഭാഗീരഥിയും പത്മയും. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണുള്ളത്. ഗംഗയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2525 കിലോമീറ്ററാണ്. ഇത് ഷെയർ ചെയ്യുന്നത് 4 സ്റ്റേറ്റ്സ് തമ്മിലാണ്. അതായത് ഉത്തരാഖണ്ഡ് വഴി ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ, പിന്നെ വെസ്റ്റ് ബംഗാൾ, അതുവഴി പിന്നെ ബേ ഓഫ് ബംഗാളിലൊക്കെ കയറുക ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഏരിയ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ കൂടെയാണ്. അവിടെ 1150 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളാണ് 520 കിലോമീറ്റർ ഉണ്ട്. പിന്നീട് ബീഹാറാണ്. ഉത്തരാഖണ്ഡിൽ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ, കാരണം പെട്ടെന്ന് തന്നെ ഉത്തർപ്രദേശിലേക്ക് എത്തുന്നതുകൊണ്ട്. സോ ഉത്തർപ്രദേശ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏരിയ വെസ്റ്റ് ബംഗാളിലാണ്. പിന്നെ ബീഹാർ, പിന്നെ ഉത്തരാഖണ്ഡ്. ഏരിയ അല്ല, ലെങ്ത് വൈസ് ട്രാവൽ ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ തന്നെ ഗംഗാ ബേസിൻ എന്ന് പറയുന്നത് ഒരു 8.6 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. 8.6 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയിൽ മാത്രം ഗംഗാ ബേസിൻ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ഗംഗയാണ്. ഇത് ധാരാളം പെരനിയൽ ആൻഡ് നോൺ പെരനിയൽ റിവേഴ്സ് ട്രിബ്യൂട്ടറീസ് ആയിട്ട് ഉണ്ട്. പെരനിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ടൈം വെള്ളമുള്ള അതെന്ന് പറയുമ്പോഴത്തേക്കും ഹിമാലയാസിൽ നിന്ന് സ്നോ മെൽറ്റായാൽ മാത്രമേ ഫുൾ ടൈം വെള്ളം ഉണ്ടാവുള്ളൂ, പ്ലസ് റെയിനും കൂടെ ആകുമ്പോൾ. നോൺ പെരനിയൽ എന്ന് പറയുമ്പോഴത്തേക്കും പെനിൻസുലാർ ഏരിയയിൽ നിന്നും ട്രിബ്യൂട്ടറീസ് ആയിട്ട് വന്ന് ചേരുന്നതാണ് നോൺ പെരനിയലായിട്ട് നിൽക്കുന്നത്. കാരണം അവിടെ പെനിൻസുലാർ ഏരിയയിൽ എന്തായാലും പ്ലേറ്റൂസ് ഏരിയയിൽ എന്തായാലും സ്നോസ് ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പം സൗത്തിലെ പെനിൻസുലയിൽ നിന്നും നോർത്തിൽ നിന്ന് ഹിമാലയസിൽ നിന്നും ഒരുപാട് ട്രിബ്യൂട്ടറീസ് പെരനിയലായിട്ടും നോൺ പെരനിയലായിട്ടും വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് സോൺ റിവറാണ്.
ഇനി മേജർ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. കോസിയാണ് നമ്മൾ നേരത്തെ സോർ ഓഫ് ബീഹാർ എന്ന് പറഞ്ഞത്. ഇത്രയും ട്രിബ്യൂട്ടറീസിനെ റിസീവ് ചെയ്തതിന് ശേഷം ബേ ഓഫ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്യാണ്. സാഗർ ഐലൻഡിൻ്റെ അടുത്ത് വെച്ചിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രിബ്യൂട്ടറീസ് ഓർത്ത് വെക്കാനായിട്ട് മെയിനായിട്ടും കുറേ ട്രിബ്യൂട്ടറീസ് ലെഫ്റ്റ് ബാങ്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സൺ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് റൈറ്റ് ആണ്. അപ്പോൾ ഗംഗയുടെ സൺ റൈറ്റ് ആണെന്ന് ഓർത്താൽ മതി. ഗംഗയുടെ സൺ എപ്പോഴും റൈറ്റ് ആയിരിക്കും എന്ന് ഓർത്താൽ മതി. ബാക്കി ആരൊക്കെയാണ്? രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. ഗംഗ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്ത് വെസ്റ്റ് ബംഗാൾ വഴി പിന്നീട് ബേ ഓഫ് ബംഗാളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുമ്പം ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. റൈറ്റ് സൈഡ് നമ്മൾ ഇതുവഴിയായിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ജോയിൻ ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും സോൺ എന്ന് പറയുന്നത്, സൺ റിവർ. സൺ റിവർ എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ഇതുവഴിയായിരിക്കും ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ പെനിൻസുലാർ ഏരിയയിൽ നിന്ന് കയറുന്നതാണ് സൺ റിവർ. ഇനിയും ലെഫ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും മുകളിൽ ഹിമാലയ റേഞ്ചസ് എന്ന് വരുന്നതായിരിക്കും. കാരണം ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഘാഗ്ര, ഖണ്ഡക്കൊക്കെ എന്ന് പറയുന്നത് ഈ മുകളിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ്? രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഖണ്ഡക്, കോസി, മഹാനന്ദ ഇവരൊക്കെ കൂടെ ഒരു ഏരിയ ഇവിടുന്നേ വരുന്നു. സൺ മാത്രം ഇവിടുന്ന് ഒരൊറ്റയ്ക്ക് ഈ സൈഡിൽ നിന്ന് കയറുന്നു. സണ്ണാണ് എപ്പോഴും റൈറ്റ് സൈഡിൽ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി. പക്ഷേ ഇതിനെതിരായിട്ട് വന്ന് കയറുന്ന ആരൊക്കെയാണ്? ഇത്രയും പേര് ഈ സണ്ണിനെതിരെയാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഗംഗ, മെയിൻ ഗംഗ പോകുന്നത്. ഗംഗയിലേക്ക് വന്ന് ചേർന്ന ട്രിബ്യൂട്ടറീസ് നോക്കാം. ഇതാ സൺ റിവർ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് ചേരുന്നു. പിന്നീട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സണ്ണിനെതിരായിട്ട് വന്ന ആരൊക്കെയാണ്? രാംഗംഗ, ഗോമതി വന്ന് കയറുന്നുണ്ട്, ഘാഗ്ര വന്ന് കയറുന്നുണ്ട്, പിന്നെ ഗണ്ഡക്, പിന്നെ കോസി ബീഹാറിലാണ് കോസി ഉള്ളത്. പിന്നെ മഹാനന്ദ എന്ന് പറഞ്ഞൊരു ട്രിബ്യൂട്ടറിയും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഖണ്ഡക്, കോസി, മഹാനന്ദ എന്ന് പറയുന്നത് ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ്. ഇനി ഗംഗ ഇതുവാണെങ്കിൽ ഗംഗയുടെ ഈസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മെയിൻ റിവർ ഉണ്ട്, യമുന. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള റിവറാണ് യമുന എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോൺ ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ യമുന എന്ന് പറയുന്നത് ഏറ്റവും ഈസ്റ്റ് സൈഡിൽ നിന്ന് വരുന്നതാണ്. ഗംഗയ്ക്ക് പാരലായിട്ട് ഏറ്റവും ഈസ്റ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്. ഗംഗയുടെ ഈസ്റ്റ് സൈഡിലാണ് കാണുന്നത്. ഗംഗയുടെ വെസ്റ്റ് സൈഡിലാണ് യമുന ഉള്ളത്. യമുന എന്ന് പറയുന്നത് വെസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഗംഗയുടെ വെസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറിയാണ് യമുന എന്ന് പറയുന്നത്. ഇനി യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഈ ചാമ്പൽ, ബെത്വ, കെൻ ഒക്കെ. അപ്പോൾ ഗംഗയുടെ വെസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറിയാണ് യമുന എന്ന് പറയുന്നത്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. യമുനോത്രി ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ബന്ദർബന്ധ് റേഞ്ചിൻ്റെ വെസ്റ്റേൺ സ്ലോപ്സിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 6316 കിലോമീറ്ററാണ്, 6316 കിലോമീറ്ററാണ്. ഇനി ഇത് ഗംഗയുമായിട്ട് ചേരുന്നത് പ്രയാഗിൽ വെച്ച്, അതായത് അലഹബാദിൽ വെച്ചിട്ടാണ് ഗംഗ യമുനയുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ് യമുന. യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ചാമ്പൽ, സിന്ധ്, ബെത്വ, കെൻ. ഇതെന്ന് പറയുന്നത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ്. അപ്പം യമുന ഇങ്ങനെ ഒഴുകി വരുമ്പോൾ പെനിൻസുലാർ റീജിയണിൽ നിന്ന് കയറി വരുന്ന, ഇങ്ങോട്ടേക്കാണ് യമുന ഒഴുകി വരുന്നത്. പെനിൻസുലാർ റീജിയണിൽ നിന്ന് കയറി വരുന്ന ട്രിബ്യൂട്ടറീസ് ആണ് ചാമ്പൽ മധ്യപ്രദേശ് റീജിയനിൽ കാണപ്പെടുന്നതാണ്. പിന്നെ സിന്ധ്, ബെത്വ, കെൻ എന്ന് പറയുന്നത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് യമുനയുടെ. ഇത് പെനിൻസുലാർ പ്ലാനിറ്ററിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. പക്ഷേ ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്ന് പറയുന്നത് യമുനയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഈ സൈഡിൽ നിന്ന് വരുന്നതാണ്. എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹിന്ദൻ, റിന്ദ്, സെങ്കാർ, വരുണ. ഈസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറിയായി യമുന വരുന്നു. യമുനയുടെ ലെഫ്റ്റ് എന്നുള്ള ട്രിബ്യൂട്ടറിയാണ് ചാമ്പൽ, സിന്ധ്, ബെത്വ, കെൻ. ഇനി ഇവിടുന്ന് റൈറ്റ് ബാങ്ക് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് കയറുന്നത് ഹിന്ദൻ, പിന്നെ റിന്ദ്, സെങ്കാർ, വരുണ. ഇത് ഹിന്ദൻ, റിന്ദ്, സെങ്കാർ, വരുണ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് യമുനയുടെ. ചാമ്പൽ മധ്യപ്രദേശിലെ ഒരു മെയിൻ റിവറാണ്. മധ്യപ്രദേശിലെ മാൽവ പ്ലേറ്റു റീജിയനിൽ നിന്ന് മഹോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ചാമ്പൽ റൈസ് ചെയ്യുന്നത്. എന്നിട്ട് നോർത്തിലേക്ക് ഫ്ലോ ചെയ്യും. പെനിൻസുലാർ റീജിയനിൽ നോർത്തിലേക്ക് ഫ്ലോ ചെയ്യും. എന്നിട്ട് രാജസ്ഥാൻ കോട്ട ഡിസ്ട്രിക്ട് ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ട് രാജസ്ഥാനിലെ കോട്ടയിൽ അവിടെ നിന്നൊരു ഗോർജ് വഴി നോർത്തിലേക്ക് കയറുക ചെയ്യുന്നത്.
ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഗാന്ധിസാഗർ ഡാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാമ്പൽ റിവറിലാണ് ഗാന്ധിസാഗർ ഡാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടയിൽ നിന്ന് പിന്നെയും ട്രാവൽ ചെയ്ത് പോയിട്ട് ബുന്ദി, സവായ് മധോപൂർ, ധോൽപൂർ, പിന്നീട് യമുനയായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചാമ്പലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി. ചാമ്പൽ റവൈൻസ് എന്ന ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി ഇവിടെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ഇറോഷണൽ ഫീച്ചറാണ്. ഇനിയും ഗംഗയുടെ മറ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗണ്ഡക്കിനെ കുറിച്ച് ആദ്യം നോക്കാം. ഗണ്ഡക്ക് ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നു, ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നു. ഗണ്ഡക്കിൽ ബേസിക്കലി 2 സ്ട്രീംസ് ഉണ്ട്, കാളിഗണ്ഡക്കും ത്രിശൂൽ ഗംഗയും. ത്രിശൂൽ ഗംഗയും കാളിഗണ്ഡകം ചേർന്നെയാണ് ഗണ്ഡക് എന്ന് പറയുന്നത്. ഇത് നേപ്പാൾ ഹിമാലയസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ധൗലാഗിരി ആൻഡ് മൗണ്ട് എവറസ്റ്റിനിടയ്ക്കാണ്. പിന്നീട് ഇത് നേപ്പാളിൻ്റെ സെൻട്രൽ പാർട്ടിനെ ഡ്രെയിൻ ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദിസ് ഇസ് നേപ്പാൾ. ഇതൊരു നേപ്പാളിൻ്റെ ഏരിയയാണ്. നേപ്പാളിലൂടെയാണ് അപ്പം ഗണ്ഡക് ഒഴുകി വരുന്നത്. അപ്പം നേപ്പാളിൻ്റെ സെൻട്രൽ ഏരിയ, ഇത് സെൻട്രൽ ഏരിയ ആണല്ലോ, സെൻട്രൽ ഏരിയ ഫുള്ള് ഡ്രെയിൻ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നീട് ഇത് ബീഹാറിലെ ചമ്പാരൻ ഡിസ്ട്രിക്റ്റിൽ എത്തുമ്പോഴത്തേക്ക് ഗംഗാ പ്ലെയിനിലേക്ക് കയറുന്നു. പിന്നീട് പാട്നയ്ക്കടുത്ത്, ബീഹാറിൻ്റെ ക്യാപിറ്റലായ പാട്നയ്ക്കടുത്ത് സോൻപൂരിൻ്റെ അവിടെ വെച്ചിട്ട് ഗംഗയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇതാ ഗണ്ഡക് ഒഴുകി വന്നിട്ട് നേപ്പാൾ സെൻട്രൽ റീജിയൻ ഡ്രെയിൻ ചെയ്ത് ഒഴുകി വന്നിട്ട് ബീഹാറിൽ വെച്ച് പാട്ന റീജിയൻ വെച്ചിട്ട് ജോയിൻ ചെയ്യുക ചെയ്യുന്നത്. മെയിൻ ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഇവർ പറഞ്ഞാൽ ഘാഗരയാണ്. ഘാഗര ഒറിജിനേറ്റ് ചെയ്യുന്നത് മപുച്ചുങ്കോ ഗ്ലേഷ്യറിന് വെച്ചിട്ടാണ്. ഘാഗര ഒറിജിനേറ്റ് ചെയ്യുന്നത് മപുച്ചുങ്കോ ഗ്ലേഷ്യറിന് വെച്ചിട്ടാണ്. മപ്ചുങ്കോ ഗ്ലേഷ്യർ വെച്ചിട്ടാണ് ഘാഗര ഒറിജിനേറ്റ് ചെയ്യുന്നത്. മപ്ചുങ്കോ ഗ്ലേഷ്യർ. ഘാഗരയുടെ മെയിൻ ട്രിബ്യൂട്ടീസ് ആണ് തില, സെത്തി, ബെരി എന്ന് പറയുന്നത്. തില, സെത്തി, ബെരി എന്ന് പറയുന്നത് ഘാഗരയുടെ മെയിൻ ട്രിബ്യൂട്ടീസ് ആണ്. പിന്നെ ശിശുപാണി റീജിയനിൽ വെച്ചിട്ട് ഡീപ്പ് ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഛപ്ര എന്ന ഏരിയയിൽ വെച്ചിട്ട് ഘാഗര ഗംഗയായിട്ട് മീറ്റ് ചെയ്യുന്നതിന് മുൻപ് റിവർ സാരദ, അതിൻ്റെ വേറെ പേരെന്ന് പറഞ്ഞാൽ കാളി ഓർ കാളിഗംഗ എന്ന് വിളിക്കപ്പെടുന്ന റിവർ സാരദ ഗംഗയുമായിട്ട് ഘാഗര ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഘാഗരയുമായി ജോയിൻ ചെയ്യും. എന്ന് വെച്ചാൽ ഘാഗരയും പ്ലസ് സാരദയും കൂടി ഒരുമിച്ചാണ് പിന്നീട് വന്നിട്ട് ഛപ്ര എന്ന് പറഞ്ഞ റീജിയൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഗംഗയുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇതാണ് ഘാഗര. ഗംഗയായിട്ട് മീറ്റ് ചെയ്യുന്നു. ഗംഗയായിട്ട് മീറ്റ് ചെയ്യുന്നതിന് സാരദയായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് കോസി റിവറാണ്. കോസി ഒരു ആൻറ്റിസെഡൻറ്റ് റിവറാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ്, ടിബറ്റിലെ മൗണ്ട് എവറസ്റ്റിൻ്റെ നോർത്ത് നിന്നാണ്. അതിൻ്റെ മെയിൻ സ്ട്രീമായ അരുൺ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ഈ മൗണ്ട് എവറസ്റ്റിൻ്റെ അവിടുന്ന്. പിന്നീട് സെൻട്രൽ ഹിമാലയാസ് ക്രോസ് ചെയ്തിട്ട്, നേപ്പാൾ വഴി സെൻട്രൽ ഹിമാലയാസ് ക്രോസ് ചെയ്തിട്ട് അരുൺ വന്ന് സൺകോസി, വെസ്റ്റിൽ നിന്ന് സൺകോസി ആയിട്ടും ഈസ്റ്റിൽ നിന്ന് തമൂർ കോസിയുമായിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് പറയാം, അരുൺ എന്ന് പറയുന്ന കോസിയുടെ മെയിൻ സ്ട്രീം റൈസ് ചെയ്യുന്നത് ടിബറ്റിൽ നിന്നാണ്. ടിബറ്റിലെ മൗണ്ട് എവറസ്റ്റ് നിന്നാണ് റൈസ് ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേപ്പാൾ സെൻട്രൽ ഹിമാലയ ക്രോസ് ചെയ്ത് നേപ്പാളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് വെസ്റ്റിൽ നിന്ന് സൺകോസിയുമായിട്ടും ഈസ്റ്റ് സൺ റിവർ വരെ സൺകോസി വരെയാണ് കേട്ടോ. സൺകോസിയുമായിട്ടും ഈസ്റ്റിൽ നിന്ന് തമൂർ കോസിയുമായിട്ടും ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിനെ വിളിക്കുന്നതെന്ന് പറയുന്നത് സപ്തകോസി എന്നാണ്. സോ എന്നിട്ട് പറയാം, കോസിയുടെ മെയിൻ സ്ട്രീം അരുണാണ്. അരുൺ റൈസ് ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റിൽ നിന്നാണ്. മൗണ്ട് എവറസ്റ്റിൽ നിന്ന് സെൻട്രൽ ഹിമാലയ ക്രോസ് ചെയ്ത് നേപ്പാൾ വഴി എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് വെസ്റ്റിൽ നിന്ന് സൺകോസിയും ഈസ്റ്റിൽ നിന്ന് തമൂർ കോസിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. പിന്നീട് അരുണുമായിട്ട് ജോയിൻ ചെയ്തതിനെ വിളിക്കുന്നത് സപ്തകോസി എന്നാണ്. ഇതാണ് കോസി റിവർ. ടിബറ്റിൽ നിന്ന് വരുന്നു, പിന്നെ നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യുന്നു. പിന്നെ ഇവിടുന്ന് കണ്ടില്ലേ വേറൊരു സ്ട്രീം കൂടെ വരുന്നുണ്ട്. പിന്നെ ഗംഗയുമായിട്ട് ഇവിടെ വന്ന് ചേരുവാണ്. ടിബറ്റിൽ നിന്ന് നേപ്പാളിലേക്ക് കയറി ആ ഒരു ഏരിയ ട്രെയിൻ ചെയ്ത് പിന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ്. കോസിയാണ് സോറോ ഓഫ് ബീഹാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിവർ എന്ന് പറയുന്നത് രാംഗംഗയാണ്. രാംഗംഗ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ റിവറാണ്. അത് ഖൈർസൺ ഏരിയയിലെ ഖർവാൾ ഹിൽസ് നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ രാംഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഖൈർസൺ റീജിയണിലെ ഖർവാൾ ഹിൽസ് നിന്നാണ്. രാംഗംഗ ഈ ഒരു ഭാഗത്തു നിന്നാണ്, കണ്ടില്ലേ. ഇതുവരെ പറഞ്ഞ മറ്റ് സ്ട്രീംസിനൊക്കെ നേപ്പാളും ടിബറ്റും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ രാംഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്ന ഏകദേശം ഉത്തരാഖണ്ഡിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഉത്തർപ്രദേശ് റീജിയനിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് തന്നെ ഗംഗയുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. വേറെ കൺട്രീസിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ കോസിയും ഖണ്ഡക്കും എന്നൊക്കെ പറയുന്ന നേപ്പാൾ ഏരിയയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കയറിക്കൊണ്ടിരുന്നത്.
പിന്നെ അവ മീറ്റ് ചെയ്തിരുന്നത് ബീഹാർ റീജിയനിൽ വെച്ചായിരുന്നു. പക്ഷേ രാംഗംഗ മീറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിൻ്റെ റീജിയനിൽ വെച്ചിട്ട് തന്നെയാണ്. ശിവാലിക്ക് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് അതിൻ്റെ പൊസിഷൻ കോഴ്സ് ചേഞ്ച് ചെയ്യും. പിന്നെ അത് ഉത്തർപ്രദേശ് പ്ലെയിൻസിലേക്ക് കയറി നജീമാബാദിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് ഉത്തർപ്രദേശിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. പിന്നീട് കന്നൗജ്, ഉത്തർപ്രദേശിലെ തന്നെ UP-യിലെ കന്നൗജിൽ വെച്ചിട്ട് ഗംഗയായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇത് ദാമോദർ എന്ന് പറയുന്ന പെനിൻസുലാർ ഏരിയയിൽ നിന്ന് വരുന്ന റിവറാണ്. അത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിൻ്റെ ഈസ്റ്റേൺ മാർജിൻസിലാണ് വരുന്നത്. അവിടെ റിഫ്റ്റ് വാലിയിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് ഫ്ലോ ചെയ്തിട്ട് പിന്നീട് ഹൂഗ്ലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാമോദറിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ബരാക്കാറാണ്. ദാമോദറിനെയാണ് സോറോ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. സോറോ ഓഫ് ബീഹാർ കോസി ആയിരുന്നു. ബീഹാർ ആണെങ്കിൽ ബീഹാർ കോസി. പക്ഷേ സോറോ ഓഫ് ബംഗാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന പെനിൻസുലാർ റീജിയൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. ബീഹാർ മുകളിലായിട്ടാണ് അല്ലേ, മുകളിലോട്ട് വരുന്ന അവിടെ നിന്ന് വരുന്നത് കോസി മാത്രമേ ഉള്ളൂ. പിന്നെ പക്ഷേ സോറോ ഓഫ് ബംഗാളിനെ ചോദിക്കുമ്പോഴത്തേക്കും ഏകദേശം പെനിൻസുലാർ റീജിയനിൽ നിന്ന് വരുന്ന റിവർ വേണം. അതെന്ന് പറയുന്നത് ദാമോദറാണ്. അങ്ങനെ ഓർത്ത് വെക്കാം. ദാമോദർ വാലി പ്രൊജക്റ്റൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ ദാമോദറിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറി എന്ന് ബരാക്കാറാണ്. സോറോ ഓഫ് ബംഗാൾ എന്നാണ് ദാമോദറിനെ അറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിൻ്റെ ഈസ്റ്റേൺ മാർജിൻ വഴി ഒരു റിഫ്റ്റ് വാലി ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് അത് ഹൂഗ്ലിയിലേക്ക് ജോയിൻ ചെയ്യാണ്. ഇതാണ് ദാമോദർ. ഇത് വന്നിട്ട് ഇവിടെ ഈ ഒരു ജാർഖണ്ഡ് ഈ ഒരു ഏരിയയാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ് കാണപ്പെടുന്നത്. ദാമോദർ ഒഴുകി വന്നിട്ട് പിന്നീട് വെസ്റ്റ് ബംഗാൾ ഏരിയയാണ്. ഇവിടെ ഹൂഗ്ലിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ഘാഗ്രയായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ചെറിയ റിവറിനെ കുറിച്ചാണ് പറയുന്നത്. ഘാഗ്ര എന്ന് പറയുന്നത് മുകൾ ഭാഗത്തു നിന്നാണ് വരുന്നത്. സോ നേപ്പാൾ ഏരിയയിൽ നിന്ന് വരുന്നതാണ്. നേപ്പാൾ ഹിമാലയാസിനെ മിലൻ ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് സാർദ ഓർ സരിയൂ റിവർ എന്ന് പറയുന്നത്. അവിടെ അതിനെ വിളിക്കുന്നത് ഗൗരി ഗംഗ എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. പിന്നീട് ഇൻഡോ നേപ്പാൾ ബോർഡർ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിനെ വിളിക്കുന്നത് കാളി ഓർ ചൗക്ക് എന്നാണ്. അവിടെ വെച്ചിട്ട് ഘാഗ്രയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ സാർദ ഓർ സരിയൂ റിവർ എന്ന് പറയുന്നത് നേപ്പാൾ ഹിമാലയാസിനെ മിലൻ ഗ്ലേഷ്യറിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. അവിടെ അതിനെ വിളിക്കപ്പെടുന്നത് ഗൗരി ഗംഗ എന്നാണ്. പിന്നീട് ഇൻഡോ നേപ്പാൾ ബോർഡർ കടന്നു കഴിയുമ്പോൾ അതിനെ വിളിക്കുന്നത് കാളി ഓർ ചൗക്ക് എന്നാണ്. അവിടെ വെച്ചിട്ട് ഘാഗ്രയുമായി ജോയിൻ ചെയ്യുന്നു. ഇനി ഡാർജിലിംഗ് ഹിൽസിൽ റൈസ് ചെയ്യുന്ന ഗംഗയുടെ മറ്റൊരു ട്രിബ്യൂട്ടറിയാണ് മഹാനന്ദ എന്ന് പറയുന്നത്. മഹാനന്ദ ഗംഗയുടെ ഒരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ടാണ് വെസ്റ്റ് ബംഗാൾ വഴിയാണ് വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട്. അതുകൊണ്ട് പറയാം ഡാർജിലിംഗ് ഹിൽസിൽ റൈസ് ചെയ്യുന്ന ഗംഗയുടെ ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറിയാണ് മഹാനന്ദ എന്ന് പറയുന്നത്. ഇത് ഗംഗയുടെ ലാസ്റ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് സൺ റിവർ എന്ന് പറയുന്നത് ലാർജ് സൗത്ത് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ്. ഗംഗയുടെ ലാർജ് സൗത്ത് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് സോൺ റിവർ എന്ന് പറയുന്നത്. ഇത് അമർകണ്ടക്കൽ പ്ലേറ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അമർകണ്ടക് പ്ലേറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരുപാട് വാട്ടർഫോൾസൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇത് ബീഹാറിൽ വെച്ചിട്ട് പാട്നയുടെ വെസ്റ്റ് ഭാഗത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഗംഗയുമായി ജോയിൻ ചെയ്യുന്നു. സോൺ റിവറും സോൺ കോസി റിവറും വേറെ വേറെയാണ്. ഇത് സോൺ റിവറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഗംഗയുടെ സൺ റൈറ്റാന്ന് പറഞ്ഞില്ലേ, പക്ഷേ സൺ കോസി വേറെയാണ്, കോസിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. ഇതാണ് സോൺ റിവർ. സോൺ ഇതുവഴി വന്നിട്ട് ബീഹാറിലെത്തി ബീഹാറിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, ഗംഗയുമായി ജോയിൻ ചെയ്യുന്നത്. യൂണിയൻ ഗവൺമെൻറ് 2014 കൊണ്ടുവന്നൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് നമാമി ഗംഗെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് റിവർ ഗംഗയിലുള്ള പൊല്യൂഷനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ റെജുനേറ്റ് ചെയ്യാൻ കൺസേർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ്. ഇനി ഇതിൻ്റെ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇതിന് 8 മെയിൻ പില്ലേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് സിവേജ് ട്രീറ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ്, റിവർ സർഫസ് ക്ലീനിങ്, ബയോഡൈവേഴ്സിറ്റി, അഫോറസ്റ്റേഷൻ, പബ്ലിക് അവയർനെസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ് മോണിറ്ററിംഗ്, ഗംഗാഗ്രാം. ഏതൊക്കെയാണ് 8 പില്ലേഴ്സ്? സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ്, റിവർ സർഫസ് ക്ലീനിങ്, ബയോഡൈവേഴ്സിറ്റി, അഫോറസ്റ്റേഷൻ, പബ്ലിക് അവയർനെസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ് മോണിറ്ററിംഗ്, ഗംഗാഗ്രാം. നെക്സ്റ്റ് നമ്മുടെ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര ഏകദേശം ടിബറ്റിലാണ് ഒറിജിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒറിജിൻ ചെയ്തിട്ട് കുറേ ദൂരം ഇങ്ങനെ പോയി പിന്നീട് അരുണാചലിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് അരുണാചലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നീട് അത് കുറച്ച് ട്രിബ്യൂട്ടറീസിനൊക്കെ എടുത്തിട്ട് ആസാം വഴിയാണ് മേജർ പാർട്ടും പോകുന്നത്. ആസാമിലൂടെ കുറച്ച് റിവറൈൻ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്, മജൂലി പോലെയുള്ള ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബംഗ്ലാദേശിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്.
ബംഗ്ലാദേശിലേക്ക് കയറിയിട്ട് പിന്നീട് ബേ ഓഫ് ബംഗാളിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മേഘ്ന എന്ന് പറഞ്ഞ റിവർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. മേഘ്ന എന്ന് പറഞ്ഞ റിവർ ഇതാണ്. ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബരാക്ക് എന്ന് പറയുന്നത് മേഘ്നയുടെ ട്രിബ്യൂട്ടറിയാണ്. ഇതാണ് ബരാക്ക് റിവർ. മണിപ്പൂരിലും മിസോറമിലും കാണപ്പെടുന്ന മെയിൻ റിവേഴ്സ് എന്ന് പറയുന്നത് ബരാക്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഈ ബരാക്ക് ഇൻറ്റു മേഘ്നയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് മേഘ്ന എന്ന് പറഞ്ഞ റിവർ. ഈ ബ്രഹ്മപുത്ര ഫ്ലോ ചെയ്ത് ആസാമിൽ നിന്ന് കയറുന്ന സമയത്ത് തീസ്ത, ഇവിടുന്ന് തീസ്ത എന്ന് പറയുന്ന റിവറും കൂടെ വരും. അവ രണ്ടും കൂടെ ജമുന എന്ന് പറയുന്ന റിവറായിട്ട് പിന്നെ കുറച്ച് വരും. പിന്നെ ഗംഗയും കൂടി ഇവിടുന്ന് വന്നിട്ട് ജമുനയും ഗംഗയും കൂടി ചെന്ന് പത്നയായിട്ടാണ് പിന്നെ വരുന്നത്. ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ നോക്കാം. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവറാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇത് കൈലാഷ് റേഞ്ചിലെ മാനസരോവർ ലേക്കിനടുത്തുള്ള ചെമയുങ്തം ഗ്ലേഷ്യറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവറാണ്. കൈലാഷ് റേഞ്ചിലെ മാനസരോവറിനടുത്തുള്ള ചെമയുങ്തം ഗ്ലേഷ്യറിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് കുറേ ദൂരം ഈസ്റ്റ് വേർഡ്സിലേക്ക് ട്രാവൽ ചെയ്യും. കുറേ ദൂരം ഇവിടെ ഒറിജിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ കുറേ ദൂരം ട്രാവൽ ചെയ്യും, ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യും. അത് ഏകദേശം ഒരു 1200 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യും. അതൊരു ഡ്രൈ ആൻഡ് ഫ്ലാറ്റ് റീജിയൻ, സദേൺ ടിബറ്റിലെ ഡ്രൈ ആൻഡ് ഫ്ലാറ്റ് റീജിയനിലൂടെയാണ് ഈ ട്രാവൽ ചെയ്യുന്നത്. നേപ്പാളിലൂടെയല്ല, ടിബറ്റിലൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. കാരണം നേപ്പാൾ എന്ന് പറയുന്നത് ഇത്രയാണ് നേപ്പാളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് നേപ്പാളിൻ്റെ ഏരിയ. ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തിട്ടില്ല, അല്ലാണ്ട് ടിബറ്റിലൂടെ തന്നെയാണ് ഈ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഈ സദേൺ ടിബറ്റിൻ്റെ ഡ്രൈ ആൻഡ് ഫ്ലാറ്റ് റീജിയനിലൂടെ കുറേ ദൂരം ട്രാവൽ ചെയ്യുമ്പം അവിടെ ഇതിനറിയപ്പെടുന്നത് ചാങ്പോ എന്ന പേരിലാണ്. എന്താണ്? ചാങ്പോ എന്ന പേരിലാണ് സദേൺ ടിബറ്റിൽ ഇതിനറിയപ്പെടുന്നത്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ പ്യൂരിഫയർ എന്നാണ്. അതിൻ്റെ മീനിങ് ദ പ്യൂരിഫയർ എന്നാണ് ചാങ്പോയുടെ മീനിങ്. ബ്രഹ്മപുത്രനെ ടിബറ്റിൽ അറിയപ്പെടുന്നത് ചാങ്പോ എന്നാണ്. ഇനിയും അതിൻ്റെ മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് രംഗോ ചാങ്പോ. ചാങ്പോയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് രംഗോ ചാങ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ചാങ്പോ ഇങ്ങനെയാണ് റൺ ചെയ്യുന്നത്, സദേൺ ടിബറ്റിലൂടെ റൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതുവഴി ഫ്ലോ ചെയ്യുന്നതെന്ന് പറയുന്നത് രംഗോ ചാങ്പോ ആണ് ഇതിലേക്ക് കയറുന്നത്, ടിബറ്റിൽ വെച്ച് ഇതിലേക്ക് മെർജ് ആവുന്നത്. നല്ല ഫാസ്റ്റ് ഫ്ലോയും നല്ല ടർബുലൻറ്റ് ഫ്ലോ ഉള്ള റിവറായിട്ടാണ് പിന്നീട് നംച ബർവേൽ വഴി ഇന്ത്യയിലേക്ക് കയറുന്നത്. സെൻട്രൽ ഹിമാലയയുടെ അവിടെ ഒരു ഡീപ്പ് ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നംച ബർവയുടെ അടുത്ത് നിന്നും ഒരു ടർബുലൻ്റ് ആൻഡ് ഡൈനാമിക് റിവറായിട്ട് മാറുന്നത്. പിന്നീട് ഇത് സിയാങ് ഓർ ദിഹാങ് എന്ന പേരിൽ നംച ബർവ കഴിഞ്ഞിട്ട് വിളിക്കപ്പെടുന്നു. ഇത് ഇനി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാധിയ ടൗണിൻ്റെ അടുത്ത് വഴിയാണ്. സാധിയ ടൗണിൻ്റെ വെസ്റ്റിൽ നിന്നാണ് ശരിക്കും ഇത് സിയാങ് ഓർ ദിഹാങ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ മെയിൻ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ദിബാങ് ഓർ സിക്കാങ്. ദിബാങ് അഥവാ സിക്കാങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ്. പിന്നെ ലോഹിത്, ഇതിന് ശേഷം ദിബാങ് ഓർ സിക്കാങ്ങും പിന്നെ ലോഹിത്തിനെ കൂടെ റിസീവ് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ വിളിക്കപ്പെടുന്ന പേര് ബ്രഹ്മപുത്ര എന്നാണ്. അതായത് നംച ബർവ വഴി സാദിയ ടൗണിലൂടെ എൻട്രി ചെയ്തു. അപ്പോൾ അതിൻ്റെ പേര് സിയാങ് ഓർ ദിഹാങ് എന്നാണ്. ശേഷം ഇതിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ റിസീവ് ചെയ്യും. ദിബാങ് അഥവാ സിക്കാങ്, അതുപോലെ തന്നെ ലോഹിത്, ഇത് രണ്ടിനെയും റിസീവ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റിസീവ് ചെയ്യും. ശേഷം ഇതിനെ വിളിക്കുന്നത് ബ്രഹ്മപുത്ര എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതാണ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതുവഴി ഇങ്ങോട്ട് വരുന്നത് ദിബാങ്, അതുപോലെ തന്നെ ലോഹിത്തും എൻട്രി ചെയ്യുന്നുണ്ട്. പറയാം, ബ്രഹ്മപുത്രയല്ല ദിഹാങ് ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇതിപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മൂവ്മെൻറ്റെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഇതാണ് അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. സോ ഇതുവഴി വരുന്ന റിവർ എന്ന് പറയുന്നത് ഇത് ദിബാങ് ആണ്. ദിബാങ്ങിൻ്റെ മറ്റൊരു പേരാണ് സിക്കാങ് എന്ന് പറയുന്നത്. ഇനി ലോഹിത്തും ഇതുവഴി തന്നെയാണ് കയറുന്നത്. അപ്പോൾ ഇവ രണ്ടും എന്ന് പറയുന്നത് മേജർ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി ദിബാങ്ങിനെയും ലോഹിത്തിനെയും കൂടെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഇതിനറിയപ്പെടുന്ന ബ്രഹ്മപുത്ര എന്നാണ്. പിന്നെ ഇത് ആസാം വാലിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ സഞ്ചരിക്കും. 750 കിലോമീറ്ററോളം ഒരു ലോങ് ജേർണി ഉണ്ട് ആസാം വാലിയിൽ കൂടെ തന്നെ. ഇതിൻ്റെ മെയിൻ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഇവിടുന്ന് റിസീവ് ചെയ്തെന്ന് പറയുന്നത്, ആസാം വാലിയിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് ബുർഹിദിഹിങ്ങും ധൻസാരിയുമാണ്. സൗത്ത് സൈഡിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത്. അതായത് ഇത് ആസാമിൻ്റെ ഏരിയ ആണ്, ഇത്രയും ആസാമിൻ്റെ ഏരിയ ആണ്. ഇനി ദിബാങ്ങിനെയും ലോഹിത്തിനെയും റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ബ്രഹ്മപുത്ര നൈവേദ്യനെയും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുന്ന് റിസീവ് ചെയ്യുന്ന ഇതുവഴിയാണ്, ഇങ്ങനെയാണ് മൂവ്മെൻ്റ് എങ്കിൽ ലെഫ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും ലെഫ്റ്റ് സൈഡ്, ഇതായിരിക്കും റൈറ്റ് സൈഡ്.
ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് എന്ന് പറയുന്നത് സൗത്തിൽ നിന്ന് ഏത് റിവർ വരുന്നോ അതായിരിക്കും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ നോർത്തിൽ നിന്ന് വരുന്നതായിരിക്കും ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതുവഴി വരുന്നൊരു റിവർ എന്ന് പറയുന്നത് ബുർഹിദഹിങ്ങാണ്. ബുർഹിദഹിങ്ങിന് ഇതുവഴി ലഭിക്കുന്നു. അതുപോലെ തന്നെ ധൻസരി എന്ന് പറയുന്ന റിവറിന് ലഭിക്കുന്നു ഇവിടുന്ന് ലെഫ്റ്റ് ബാങ്കിൽ നിന്ന് കിട്ടുന്നു. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് സുബൻസരി, കമേങ്, മനസ്, സങ്കോഷ്. റൈറ്റ് ബാങ്ക് പറഞ്ഞു നോക്കാം. സുബൻസരി ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യും. പിന്നെ മനസ് പിന്നെ സങ്കോഷ്, പിന്നെ കമേങ് റിവറും കൂടെ ഉണ്ട്. ഇത് ഇത്രയും അതിൻ്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നിന്നാണ് നോർത്ത് സൈഡിൽ നിന്നാണ് കയറുന്നത്. ഇവിടെ റൈറ്റ് സൈഡാണ്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇപ്പോൾ സുബാൻസിരി റിവർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ടിബറ്റിലാണ്. ഇത് ടിബറ്റ് റീജിയനാണ്. ഇവിടെ നിന്നാണ് സുബൻസിരി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സുബൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ടിബറ്റിലാണ്. ടിബറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ആൻറ്റിസൈഡൻ റിവറാണ്. സുബൻസിരി ഒരു ട്രാൻസ്ബൗണ്ടറി റിവറാണ്. ഇനിയും ബ്രഹ്മപുത്ര എൻട്രി ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്ക് എവിടെ നിന്നാണ്? ധൂബ്രി എന്ന പ്ലേസിൽ നിന്നാണ്. എന്നിട്ട് സൗത്തിലേക്ക് മൂവ് ചെയ്യും. അതായത് ധൂബ്രി എന്ന പ്ലേസ് എത്തിക്കഴിയുമ്പോൾ സങ്കോഷിനെ കൂടെ റിസീവ് ചെയ്തിട്ട് പിന്നീട് നേരെ സൗത്തിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ വെച്ചിട്ട് തീസ്ത അതിലേക്ക് ജോയിൻ ചെയ്യും. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് തീസ്ത ജോയിൻ ചെയ്യും. ഇനി അവിടെ വെച്ച് ഇതിനെ വിളിക്കുന്നതാണ് ബ്രഹ്മപുത്രയും തീസ്തയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജമുന. ഇനി പിന്നീട് അത് പത്മ റിവറുമായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് അത് ബേ ഓഫ് ബംഗാളിൽ പോയി പതിക്കും. ബ്രഹ്മപുത്ര ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ആസാം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കരമായി ഫ്ലഡ്സ് ഉണ്ടാകുന്ന ഏരിയയാണ്. കാരണം ചാനൽ ഷിഫ്റ്റിംഗ് ഒരുപാടുണ്ടാകും. ബാങ്ക് ഇറോഷൻ, റിവർ ബാങ്ക് നല്ലോണം ഇറോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഭയങ്കര ലാർജാണ്. ഒരുപാട് സെഡിമെൻറ്റ്സിനെ കൊണ്ടുവരും. പിന്നെ ബിക്കോസ് അവിടെ ധാരാളം ഹെവി റെയിൻഫോൾ കിട്ടുന്ന ഏരിയയും കൂടെയാണ്. നോർത്ത് ഈസ്റ്റ് സൈഡിൽ നല്ല റെയിൻഫോൾ കിട്ടുന്ന ഏരിയയാണ്. ഇവിടെ പറഞ്ഞ പോലെ ബ്രഹ്മപുത്ര തീസ്തയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ജമുനയായിട്ട് വരും. ലാസ്റ്റ് ഇത് പത്മയിൽ, പിന്നീടത് ബേ ഓഫ് ബംഗാളിൽ പതിക്കും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പെനിൻസുലാർ ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഹിമാലയൻ ഡ്രെയിനേജിനേക്കാൾ നല്ല ഓൾഡറാണ് പെനിൻസുലാർ എന്ന് പറയുന്നത്. പെനിൻസുലാർ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗമാണെന്ന് നമുക്കറിയാമല്ലേ. ഈ ഭാഗമാണ് പെനിൻസുലാർ ഏരിയ. ഇനി ഇതിൻ്റെ നോർത്തേൺ ഭാഗത്തുള്ള റിവേഴ്സ് എന്ന് പറയുന്നത് ചാമ്പൽ, ബെത്വ, കെൻ, സോൺ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് ഗംഗ റിവർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ബേ ഓഫ് ബംഗാളിൽ പോയി പതിക്കും. നമ്മൾ മെയിനായിട്ട് പെനിൻസുലർ റിവർ പറയുമ്പോൾ നോക്കുന്നത് ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന റിവേഴ്സാണ്. ഇതിൽ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി ഇവയൊക്കെ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ഇനി എക്സെപ്ഷണൽ എന്ന് പറയുന്നത് ശരിക്കും താപ്പി, നർമ്മദ, മാഹി, സബർമതി ഇവയൊക്കെ എന്ന് പറയുന്നത് അറേബ്യൻ സീയിൽ പതിക്കുന്നു. ബാക്കിയെല്ലാം തന്നെ ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. മെയിൻ റിവേഴ്സ് എല്ലാം ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. മുകളിലേക്ക്, അതായത് പെനിൻസുലയുടെ നോർത്ത് ഭാഗത്തിലുള്ള റിവേഴ്സ് എന്ന് പറയുന്നത് ഗംഗാ റിവർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വാട്ടർ ഡിവൈഡായിട്ട് പെനിൻസുലർ റിവേഴ്സിനോട് ആക്ട് ചെയ്യും. ഇതിനെ കട്ട് ചെയ്ത് വിട്ടിട്ട് കുറച്ച് തന്നെ ഇങ്ങോട്ടേക്കും പോകും, കുറച്ച് റിവർ ഇങ്ങോട്ടേക്കും വരുവാണ് ചെയ്യുന്നത്. കൊണ്ട് ഇവ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനേക്കാൾ ഓൾഡറാണ്. എന്തുകൊണ്ടാണിത് പറയുന്നത്? ബിക്കോസ് ഇവ കുറച്ചുകൂടെ ബ്രോഡാണ്, ലാർജ്ലി ഗ്രേഡഡ് ആയിട്ടുള്ള ഷാലോ വാലീസാണ്. പിന്നെ റിവേഴ്സ് നല്ല മെച്യൂർഡാണ്. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് യങ്ങർ സ്റ്റേജിലുള്ളതെന്ന് പറഞ്ഞത്. പക്ഷേ പെനിൻസുലാർ ഏരിയയിലുള്ള റിവേഴ്സ് എന്ന് പറയുന്നത് മെച്യൂർഡ് റിവേഴ്സാണ്. ഇനി വെസ്റ്റേൺ ഗട്ട്സ് ആണ് ശരിക്കും വെസ്റ്റേൺ കോസ്റ്റിന് ക്ലോസ് ആയിട്ട് പോകുന്ന വെസ്റ്റേൺ ഗട്ട്സ് ആണ് ശരിക്കും ഒരു മേജർ വാട്ടർ ഡിവൈഡായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നർമ്മദ, തവി പോലുള്ളവ വെസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി ഇവ ഒഴികെ എക്സെപ്റ്റ് നർമ്മദ ആൻഡ് തവി ബാക്കി റിവേഴ്സ് എല്ലാം തന്നെ ഈസ്റ്റ് ഗോയിങ് റിവേഴ്സാണ്. ഇനി നോർത്ത് സൈഡിലുള്ള ചാമ്പൽ, സിന്ധ്, ബെത്വ, കെൻ, സോൺ എന്നൊക്കെ പറയുന്നത് ചാമ്പൽ, സിന്ധ്, ബെത്വ, കെൻ എന്ന് പറയുന്നത് യമുനയുടെ ഭാഗമായിട്ട് പിന്നീട് ഇവൻച്വലി ഗംഗയിലേക്ക് ചേരുന്നു. സോൺ എന്ന് പറയുന്നത് ശരിക്കും ഗംഗയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ മേജർ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയാണ്. ഇനി ഇവയുടെ പെക്യുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ കോഴ്സ് ഭയങ്കര ഫിക്സഡ് കോഴ്സ് ആയിരിക്കും. മിയാൻഡേഴ്സ് ഉണ്ടാവില്ല. പിന്നെ നോൺ പെരനിയൽ ഫ്ലോയാണ്. കാരണം ഗ്ലേഷ്യേഴ്സ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്നോ ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ മഴ പെയ്താൽ വെള്ളം ഉണ്ടാവും, ഫുൾ ടൈം വെള്ളം ഉണ്ടാവില്ല. നോൺ പെരനിയൽ ഫ്ലോയാണ്. പെനിൻസുലർ റിവേഴ്സിൻ്റെ എക്സെപ്ഷണൽ കേസാണ് നർമ്മദയും താപ്പിയും. ഇവ റിഫ്റ്റ് വാലിയിൽ കൂടെയാണ് ഒഴുകുന്നത്. റിഫ്റ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന റിവേഴ്സാണ് നർമ്മദ ആൻഡ് താപ്പി. ഇതാണ് നർമ്മദ, ഇതാണ് താപ്പി.
ഇവ റിഫ്റ്റ് വാലീസിൽ കൂടിയാണ് ഒഴുകുന്നത്. പെനിൻസുലാർ ഡ്രെയിനേജിൻ്റെ എവല്യൂഷൻ പറയുമ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സബ്മേർജ്ഡ് കോസ്റ്റൽ പ്ലെയിൻ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ പെനിൻസുലയുടെ വെസ്റ്റേൺ ഫ്ലാങ്ക് എന്ന് പറയുന്നത് മുൻപ് ടേർഷ്യറി പീരീഡിൻ്റെ ടൈമിൽ സീനടിയിലേക്ക് സബ്മേർജ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്ന റിവറിൻ്റെ സിമ്മട്രിക്കൽ പ്ലാനിനെ ഇത് ഡിസ്റ്റർബ് ചെയ്തിട്ട് ഒറിജിനൽ വാട്ടർ ഷെഡിൽ അതുവരെ ഫ്ലോ ചെയ്ത പോലെയല്ല പിന്നീട് ആ ഒരു സബ്മർജൻസിന് ശേഷം ഫ്ലോ ചെയ്യുന്നത്. ഇനിയും ഹിമാലയാസ് പതുക്കെ അപ്ഹെവൽ ചെയ്ത് വന്നു. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഫ്ലാങ്ക്, പെനിൻസുലയുടെ വെസ്റ്റേൺ ഫ്ലാങ്കാണ് നമ്മൾ പറഞ്ഞത്. വെസ്റ്റേൺ ഫ്ലാങ്ക് സബ്മേർജ്ഡ് ആയിപ്പോയി സീയിൽ, അതുകൊണ്ട് വാട്ടർ ഷെഡിന് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഇനി നോർത്തേൺ ഏരിയ എന്ന് ഹിമാലയാസിൻ്റെ ഏരിയ ആണല്ലോ. അപ്പം ഹിമാലയാസ് പതുക്കെ അപ്ഹെവൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഫലമായിട്ട് ട്രഫ് ഫോൾട്ടിങ് ഉണ്ട്, ഇവിടെ ഫോൾസ് രൂപപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ നർമ്മദ ആൻഡ് തപ്പി എന്ന് പറയുന്നത് ആ ഫോം ചെയ്ത ട്രഫ് ഫോൾട്ടിലൂടെ പിന്നീട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. മുൻപുണ്ടായിരുന്ന ആ ഒരു ഏരിയയിലേക്ക് ഇവരുടെ മെറ്റീരിയൽസ് കൊണ്ട് ഫില്ലപ്പായിട്ട് പുതിയതായിട്ട് ഫോം ചെയ്ത ട്രഫ് ഫോൾഡിലൂടെ നർമ്മദ ആൻഡ് തപ്പി ഫ്ലോ ചെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഈ റിവേഴ്സ് നർമ്മദ ആൻഡ് തപ്പിക്ക് അലുവിയൽ ആൻഡ് ഡെൽറ്റയ്ക്ക് ഡിപ്പോസിറ്റ്സ് കാണപ്പെടാത്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പെനിൻസുലാർ ബ്ലോക്കിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്ക് ഒരു ടിൽറ്റിംഗ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു